മജ്‌ലിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സൊരുങ്ങിക്കൊണ്ട് തുടപ്പ് ഉപയോഗിച്ച് നിലം തുടച്ചത്, അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയത്, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്തോ ഒരു സംശയവും വേണ്ട, അത് അള്ളാഹു രേഖപ്പെടുത്തി. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു അമലാണത്. തീർച്ചയായിട്ടും ഓർപ്പിച്ചോ കേട്ടോ. ഈ മജ്‌ലിസിനെ കുറിച്ചും മദ്ഹനെ കുറിച്ചും മൗലിദിനെ കുറിച്ചും റബീഉൽ കുറിച്ചൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ ഇരുത്തം തന്നെ ഇരിക്കും ചെയ്യും, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണല്ലോ ആ സംഭവം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കുറഞ്ഞ സമയം നമ്മൾ ചെല്ലാൻ പോകുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയുണ്ട്. മുസ്ലിം ഉമ്മത്ത് ലോകത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ അല്ലേ? എല്ലാ ഭാഗത്തും മുസ്ലിമായി പറഞ്ഞതിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിൽ പെട്ടതിൻ്റെ പേരിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലാവട്ടെ മറുനാട്ടിലാവട്ടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളാവട്ടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇനി അതിൻ്റെയൊക്കെ പുറമെ ഓരോ വ്യക്തികളെടുത്ത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വ്യക്തിനോട് ഇങ്ങനെ ഇവിടെ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങൾ കുറേ നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുണ്ടാവും. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ജോലിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ആദ്യത്തെ ബൈത്ത് തന്നെ നമുക്കതാം, നമുക്ക് ഇറങ്ങിയ എല്ലാ പ്രയാസത്തിനും പ്രതിസന്ധിയും ഹബീബുള്ളാഹിനോട് നമ്മൾ സഹായം ചോദിക്കാൻ കഴിയിക്കണം അല്ലേ? പക്ഷെ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ പ്രയാസം എന്താണ്? ഏറ്റവും വലിയ പ്രയാസം എന്താണ്? 3 കാര്യത്തിലാണ്. ഒന്ന്, നമ്മുടെ ജീവിതം റബ്ബിൻ്റെ തൃപ്തിയിലാണോ എന്ന് അല്ലേ എന്ന് ആ പ്രയാസം. 2, ഈ ലോകത്തു നിന്ന് നമ്മൾ കണ്ണടച്ച് യാത്രയാകുമ്പോൾ നമ്മൾ റബ്ബ് തൃപ്തിപ്പെട്ട ഒരു മുഅ്മിനായിട്ട് പോകുമോ അതോ പിശാചിന്റെ കനിവലയിൽപ്പെട്ട് ആഖിബത്ത് മോശമായി പോകുമോ? 3, നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഹാ ഹാ എന്ന് അട്ടഹസിച്ച് മുങ്കർ നക്കീറിന്റെ തെണ്ടിന്റെ അടിക്കും ഇടിക്കും പാമ്പിന്റെയും തേളിന്റെയും കടിക്കും വിധേയമാകുന്ന ഒരവസ്ഥ നമുക്ക് വരും. അല്ല, സന്തോഷത്തോടുകൂടെ മറുപടി പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടി രാത്രി പിന്നെ വിജയിക്കുന്ന ഖബർ ആകാശഭൂമിയേക്കാൾ വിശാലമാകുന്ന ഖബറുമാക്കി നമുക്ക് കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രയാസം അല്ലേ? ബാക്കിക്ക് ദുനിയാവിന്റെ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ശരീരത്തെ ബാധിക്കുന്നതും റൂഹിനെ ബാധിക്കുന്നതും നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നതും ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഒക്കെ ബാധിക്കണം. എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ഹബീബിനെ വിളിച്ചിട്ട് നമ്മൾ കാവൽ തേടുക. അപ്പോൾ നല്ലൊരു നിയ്യത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ അവിടുത്തെ പേരക്കുട്ടിയാണ് ഇവരും അവരും വളരെ പ്രശസ്തമായ 2 കേരളത്തിലെ അഹ്ലു ബൈത്ത് കബീലയിലെ തങ്ങന്മാരുടെ കൂട്ടത്തിലെ വളരെ പ്രമുഖന്മാരായ 2 ആളുകളാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ ഉറപ്പിച്ചോളി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ട്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആ ഒരു ആനന്ദത്തിലെ ആ സന്തോഷത്തിലാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഹൃദയം തുറന്ന് ചോദിക്കുക. എല്ലാ പ്രയാസങ്ങളും പറഞ്ഞിട്ടൊരു ചോദ്യമാണിത്. കുറഞ്ഞ വരികളുള്ളൂ. ഇത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ 2 സുഹൃത്തുക്കൾ ദിബയിൽ നിന്ന് വരുന്നവരുടെ എത്തും. എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാം. റെഡിയല്ലേ? مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العلم ولن يضيق رسول الله جاهك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تهدي على حسب العصيان في القسم يا رب وجه رجائي غير منعكس لديك وجه الحساب غير منحرم
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وتف بعبدك في الدارين إن له صبرا متى تدعو الأهوال ينهزم وذل صحب صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والعلم والكرم ما رنعت عتبات الباني ريح صبا وأطرب العسعاد العيس بالنغم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم لا يصل وسلم دائما أبدا على حبيبك خير الخلق كلهم. കുറഞ്ഞ സമയം നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറഞ്ഞ സമയം സംസാരിച്ചിട്ട് നമുക്ക് പോകുന്നത് ആരംഭിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മജ്‌ലിസിൻ്റെ ഒരു പവിത്രത, മഹത്വം. സാധാരണ നമ്മൾ മൗലിക സദസ്സുകളും മജ്‌ലിസുകളൊക്കെ കൂടുന്നവരാണ് പല ഭാഗങ്ങളും. നമ്മളിപ്പോൾ ഇരിക്കുന്ന ആദ്യമായിട്ട് ആണ് ഇവിടെ ഈ റൂമിൽ ആദ്യമായിട്ടാവും അല്ലേ? അല്ലേ? ഇൻഷാ അല്ലാഹ് ഇത് നല്ലൊരു തുടക്കമാകട്ടെ. നമുക്ക് എല്ലാവരും ഞാൻ പറഞ്ഞാൽ നമ്മളെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മജ്‌ലിസിലാണ് ഇരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കൂടെ ഇരിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, മൗലിദിൻ്റെ സദസ്സിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് കൂടെ ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ ഈ മജ്‌ലിസിൽ ഇരിക്കാൻ പറ്റിയതിൻ്റെ ഒരു പ്രത്യേകം എന്താ പറയുക? അറിവിൻ്റെ സദസ്സ്. നമ്മൾ കുറച്ചു നേരം സംസാരിക്കാൻ കാരണം അറിവിൻ്റെ സദസ്സ് സ്വർഗത്തിൻ്റെ തോപ്പാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ റസൂലുള്ളാഹിനെ നമ്മൾ ഓർക്കാനിരിക്കുന്നത് എന്ന് മാത്രമല്ല, അറിവിൻ്റെ സദസ്സിൽ അതുപോലെ അള്ളാഹുവിൻ്റെ അബീമയും അള്ളാഹുവിനെയും ഓർക്കുന്ന ദിക്റിൻ്റെയും അറിവിൻ്റെയും സദസ്സിൽ ഇരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒന്ന് എടുത്തോളൂ. അതുകൊണ്ടാ വരും വരും ഇങ്ങോട്ട് വരും. ഒരു വൃത്തം തന്നെ ഇപ്പോൾ തങ്ങൾ ബാബ പറഞ്ഞ വഴി ആ ഒരു സദസ്സിലേക്ക്. അപ്പൊ അറിവിന്റെ സദസ്സ് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് വിശ്വാസം പഠിപ്പിച്ചു. മറ്റൊന്ന്, ഈ ഒരു മജ്‌ലിസ് ഉദ്ദേശിച്ച് അറിവിന്റെയും അല്ലാഹുവിന്റെ ദിക്റിന്റെയും ഒരു മജ്‌ലിസ് ഉദ്ദേശിച്ച് ഒരാൾ അതിനു വേണ്ടി ഒരുങ്ങൽ, അതിനുവേണ്ടി വുദൂ ചെയ്യൽ, അതിനുവേണ്ടി പുറപ്പെടും. ആ നിമിഷം തൊട്ട് മലക്കുകളുടെ ചിറകിന് താഴെയാണ് അവൻ, മലക്കുകളുടെ സംരക്ഷണത്തിലാണ്.
ആ നിമിഷം തൊട്ട് മാലാഖമാർ അവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും. ആ നിമിഷം തൊട്ട് ഭൂമിയിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും മണൽത്തരികളും സമുദ്രത്തിലെ മത്സ്യങ്ങളും ആകാശഗോളങ്ങൾ അഖിലവും നക്ഷത്ര താരകങ്ങൾ അഖിലവും ഈ പറയപ്പെട്ട മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർക്ക് വേണ്ടി അള്ളാഹുവോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കും. മാത്രമല്ല, നമ്മൾ ഈ സംഘമായി കൂടിയിരിക്കുന്ന ഈ മജ്ലിസിന്റെ സദസ്സ് തൊട്ട് അള്ളാഹുവിൻ്റെ ഹദറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ തിരു സാന്നിധ്യം വരെ വട്ടമിട്ടുകൊണ്ട് ഇതുപോലുള്ള മജ്ലിസുകളായിക്കൊണ്ട് മലക്കുകൾ ഇരുന്നു കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മോട് ആരെ പറഞ്ഞത്? അഷ്റഫുൽ ഹൽഖ് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിൻ്റെ ദിവസമാണ്, ആ ഹബീബിൻ്റെ മാസമാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്കത് നഷ്ടപ്പെടരുത്. അതിന് നമ്മൾ ആ നീയത്തി നമ്മൾ മുന്നിലുണ്ടാകും. അതിലുപരി നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് പറഞ്ഞൊരു കാര്യം എന്താണ്, നമ്മളൊക്കെ പാപികളും ദോഷികളുമാണ് അല്ലേ. നന്മ എന്ന് പറയാൻ നമ്മുടെ അടുത്തൊന്നുമില്ല. നമ്മൾ നിസ്കരിക്കണവരുണ്ടെങ്കിൽ ആ നിസ്കാരം നമുക്ക് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ പോവുകയാണ്. കൂടുതലായിട്ടൊന്നുമില്ല. തിന്മകളെ കുറിച്ച് ചിന്തിച്ചാലോ അല്ലേ. നമ്മളെപ്പോഴും പറയുന്നൊരു വിഷയമാണ്, എല്ലാവരും പറയുന്നത് അള്ളാഹനെ പേടിക്കണം, അള്ളാഹനെ പേടിക്കണം, അള്ളാഹനെ പേടിക്കണം. ഖുർആനിലെ ഒരു ആയത്താണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിഭാഗമാണ്. അള്ളാഹു എന്ന പേര് പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പടപെടും അല്ലേ. നമ്മളിങ്ങനെ ചിന്തിച്ചറിയാം, നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് മുഅ്മിനീങ്ങളോടാണ്. സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു കൽപ്പിച്ചു, അള്ളയും മലക്കുകളും ചെല്ലുന്ന മുഅ്മിനീങ്ങൾ എങ്കിലും സ്വലാത്ത് ചെല്ലണം. തഖ്വ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് മുഅ്മിനീങ്ങളോടാണ്. സകാത്ത് കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചത് മുഅ്മിനീങ്ങളാണ്. നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചത് അല്ലേ മുഅ്മിനീങ്ങളോടാണ്. മുഅ്മിനീങ്ങളെ പ്രത്യേകത അള്ളാഹു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആ മുഅ്മിനീങ്ങളെ ലിസ്റ്റിലുണ്ടോ എന്ന് ചിന്തിക്കാനാണ് നമ്മളിതൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ എന്നോടും നിങ്ങളോടും പറയണം, ഹബീബുള്ളാഹിനെ ഓർക്കുന്ന സദസ്സ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക്. അപ്പോൾ ആ അവിടുത്തെ എന്തെങ്കിലും ഒരു സുന്നത്തിലോ അവിടുത്തെ ചര്യയിലോ അവിടുത്തെ കൂടെയും അവിടുത്തെ ഉമ്മത്തിങ്ങളിൽ നമ്മൾ ഉണ്ടോ? അത് റബീഉൽ അവ്വലിൽ 4 മൗലിദും സ്വലാത്തും ചൊല്ലി പോണ കൂട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഹബീബുള്ളാഹ് ഇഷ്ടപ്പെടില്ലല്ലോ. അത് നമ്മൾ ചിന്തിക്കണ്ടേ. ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, അല്ലാ തഖാഫു വലാ തഹ്സനു അബ്ശിറു അൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വേദനിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങളെക്കാൾ മേലെ ആരുമില്ല, നിങ്ങളാണ് ഉന്നതർ മുഅ്മിനീങ്ങളെ എന്ന് നമ്മളോട് പറയുന്നത്. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കൽ അല്ലാഹുവിന് നിർബന്ധമാണെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ കൊണ്ടും മുഅ്മിനീങ്ങളെ അള്ളാഹും മലക്കുകളും ഒക്കെ സഹായിക്കുമെന്ന് ഖുർആനിൽ കാണാൻ കഴിയും. മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു. പക്ഷെ നമ്മൾ ആ മുഅ്മിനീങ്ങളെ കാറ്റഗറിയിൽ ലിസ്റ്റിൽ ഞാനും നിങ്ങളൊക്കെ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പേടിക്കണം. പേടിക്കണം എന്ന് പറയാനൊരു കാരണം, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എനിക്ക് ശേഷം ഒരു നബി വരികയാണെങ്കിലോ കാല നബിയൻ ബാദിലെ കാലം അത് ഉമറായിരിക്കും റളിയല്ലാഹു അൻഹു അല്ലേ. ഇന്നല്ലാഹ യൻതിഖു അലാ ലിസാനി ഉമർ. ഉമറുള്ളാഹിന്റെ നാക്കിലൂടെ അള്ളാഹു സംസാരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഇദാ സലക്കൽ ഉമർ ഫജ്ജൻ സലക ശൈത്താൻ ഫജ്ജൻ ആഖർ റളിയല്ലാഹു അൻഹു. ഉമറുള്ളാഹിന്റെ വൈക്കൽ പോയാൽ ശൈത്താൻ വേറെ വൈക്കൂടി പോയി, ആ വൈക്കൂടി വരില്ല. അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഓതിയൊരു മൗലൂദുണ്ട്. ഉമറുള്ളാഹിന് ഓതിയൊരു മൗലൂദ് വല്ലാത്തൊരു മൗലൂദാണ്. നമ്മളിന്ന് മൗലൂദിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട കാലഘട്ടമാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഓതിയ മൗലൂദില്ല. അവർക്കൊന്നും നമ്മുടെ ഏത് മൗലൂദ് നമ്മുടെ ശറഫലനാമ മങ്കൂസൊന്നും അങ്ങനെ എത്തൂല. വല്ലാത്തൊരു മൗലൂദാണ്. ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹിനെ തന്നെ വിളിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് ചോദിച്ചു, ഉമറെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അങ്ങനെ ചോദിക്കണം. റസൂലുള്ളാഹിനോട് ഉമറുള്ളാഹിനോട് അങ്ങനെ ചോദിക്കണം. ഉമറുള്ളാഹിന് മറുപടി പറയണം, പിന്നെ അതിന്റെ പരിഹാരം പറയണം. അത് റിപ്പോർട്ട് ചെയ്ത് 1400 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഉദ്ധരിച്ച് കിട്ടണം സനദ് സഹിതം. എന്നിട്ട് ഈ ഫുജൈറയിൽ നിന്ന് നമ്മളും അത് പറയണം, ലോകത്ത് മുഴുവൻ അത് പറയണം. അപ്പൊ അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇത്ര കൈമാറി തന്നെ റസൂലുള്ളാഹിനെ വിളിച്ച് ചോദിച്ചത്. അപ്പൊ ഉമറുള്ളാഹിന് പറഞ്ഞ മറുപടി അതിന് മുന്നിലാണ്. എന്താ മറുപടി?
നബിയെ എനിക്ക് എൻ്റെ മാതാപിതാക്കളും കുടുംബങ്ങളും ഭാര്യ മക്കളെക്കാളൊക്കെ എന്നോട് മാറ്റിയാൽ ഇന്നോട് ഒഴിവാക്കിയാൽ ഏറ്റവും ഇഷ്ടം അവിടുത്തേന്. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു നോക്കുന്നു, എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലാണ് വലുത് എന്നൊക്കെ പറയും. ചിലവർ ഉമ്മയാണ് വലുത്, ചിന്ന ഉമ്മച്ചിനെ കഴിഞ്ഞിട്ടുള്ളൂ, ചിന്ന കുട്ടികൾ നന്നായി. നമ്മൾ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ നാട്ടിൽ ഫാമിലിയും കൂടി ആയാൽ കുട്ടികളെ ഫോട്ടോ ഇങ്ങനെ പഴയ കാലത്ത് ആൽബം, പഴയ കാലത്ത് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ പിന്നെ ഇത്ര അട്ടി ഉണ്ടാവും. നമ്മളെ എന്താണ് പറയുക, നമ്മളെ കവറില്ലേ കത്തിൻ്റെ, എൻ്റെ ഒരു പേര് പറയുന്നില്ല, എൻവലപ്പ്, മറ്റേ ലെറ്റർ പേരല്ലേ, ലെറ്റർ പേര് ഒട്ടിച്ചിട്ട് കവറുകൾ ഡ്രസ്സ് ചെയ്തിട്ട്. ഇപ്പം എൻ്റെ ശേഷനൊക്കെ പറയാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു അട്ടി ഉണ്ടാവും. ഇല്ലെൻ്റെ നാട്ടിൽ ഇന്ത്യയിൽ അയക്കുന്നത് നമ്മൾ സാധാരണ അതിനൊരു പറയുണ്ടാക്കാൻ എയർമൈലിൻ്റെ ഒരു അട്ടി ഉണ്ടാവും. എന്നിട്ട് ഈ സാധു എന്ത് ചെയ്യും, സാധനങ്ങൾ പറയുന്നുണ്ടാവും. ഈ സാധു എന്താ ചെയ്യുക വെച്ചാൽ ഒരു ഏരിയയിൽ നിന്ന് ഒരാളൊക്കെ പോയി എല്ലാവരും അറിയും ആ ഗൾഫിൽ പോക്ക്. ഇവിടെ ആ സാധുവിന് ആദ്യം ഒരവക്കോട് പോകണം, പിന്നെ ബോംബെ പോകണം, ഇങ്ങോട്ട് വരണം. എന്നിട്ട് ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇപ്പം ചിലപ്പോൾ UAE ബദാസിലൊക്കെ വരുന്നുണ്ടാകാം, അവിടുന്ന് ഇവിടെ വന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്യണം. വന്ന് കാണാൻ പറ്റില്ല, ഈ പറയപ്പെട്ട എല്ലാവർക്കും ഇത് പോസ്റ്റർ അയക്കണം. ആ കൂട്ടത്തിൽ വേറൊരു കാര്യങ്ങളും ചെയ്യാറുണ്ടായി. ഞാനങ്ങനെ ഇരുന്ന് കേട്ടിരുന്നു. ജ്യേഷ്ഠൻ ഇവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഓഡിയോ കാസറ്റ് നാട്ടിൽ കൊടുത്തായി. മാമിന് സുഖല്ലേ, ഉമ്മച്ചിക്ക് സുഖല്ലേ, താത്താക്ക് സുഖല്ലേ, കുട്ടിൻ്റെ വിവരെന്താ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇത് കേട്ടിട്ട് എല്ലാവരും കാര്യം, കുടുംബങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കാര്യം. അല്ലാത്തൊരു രംഗാണ് അല്ലേ. പിന്നെ ഫോൺ വന്നപ്പോൾ ഏതെങ്കിലും പെരയിൽ വലിയ മുതലാളിമാരെ പെരയിൽ ലാൻഡ് ഫോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3-4 മണിക്കൂർക്ക് വിളിച്ചറിയിക്കും, ഫോൺ വിളിക്കൂട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് കാത്തു. എന്നിട്ട് നമ്മളെന്ത് പറയും, അവന് വലിയ ഡിമാൻഡ്, അവനോട് പറയാൻ വിട്ടു, നമ്മളായോട്ടെ ആ സാധനം ഇത്ര കിലോമീറ്റർ ചാണ്ടിയിട്ട് ഒന്ന് പറയണം ഫോണുണ്ട് പെരയിൽ ആളുണ്ടെങ്കിലോ. വിട്ടാലെ ഫോനും തെറ്റാണ്, ഫോന് പൈസ ഉണ്ടായപ്പോൾ തെരക്കാന്ന് പറയും ചിലപ്പോൾ. അപ്പോൾ അവിടെ ആ സമയത്തിൽ ആൽബം പരിപാടിയില്ലേ. അപ്പോൾ നാട്ടിൽ ചെന്നാൽ കുറച്ച് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പെണ്ണുങ്ങളും മാപ്പിളയും കുട്ടികളൊക്കെ ഒന്ന് പറയും ഫോട്ടോ എടുക്കും. ഇത് ആൽബം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൽബം നോക്കിയിട്ട് ഇങ്ങനെ കാര്യം അല്ലേ. ഞാൻ പറയണത് എന്താ വെച്ചാൽ നമ്മൾക്ക് സ്നേഹം കുട്ടികളോടാവും, മക്കളോടാവും, മാതാപിതാക്കളോടൊക്കെ ആവും. എന്നാലും ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെയാണ്, അവനവനോട് തന്നെ ആയിരിക്കും. അത് തുറന്ന് സംഭവിക്കൂലെന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ വെറുതെ പറയാം, എൻ്റെ മുത്തുനബിയെ നമ്മൾ പറയെങ്കിലും ഒരു രംഗം വന്നാൽ മുത്തുനബിയൊന്നും ഉണ്ടാവില്ല, മുത്തുനബി പറഞ്ഞതൊന്നും കേൾക്കണമുണ്ടാവില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് റസൂൽ ചോദിച്ചപ്പോൾ ഉമർ പറഞ്ഞു, കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ് നബി, ഇന്ന മാറ്റം പിന്നെ അവിടുത്തോടാണ് നബി. അപ്പോൾ വിശ്വാസങ്ങൾ ഉമറെ നിങ്ങൾ നമ്മൾ മൂമിനായിക്കണമെന്ന് പറയാനേ പറയട്ടോ. ഉമറെ നിങ്ങൾ മൂമിനായിട്ടില്ല എന്ന് പറയാൻ ബേജാറായിട്ട് മഹാന്മാരൊക്കെ എന്താ പറയാ, ഉമറെ എൻ്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന് പറയും. അറബിയിൽ സെന്റൻസിൽ പറയുന്നത് മൂമിനായിട്ടില്ല എന്ന് തന്നെയാണ്, എങ്കിലും അവർ അഥവാ നിലക്ക് പറയും ഉമറെ നിങ്ങളെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന് അർത്ഥം വെക്കുള്ളൂ. അപ്പോൾ ഉമർ ഒന്നാന്ന് ചോദിച്ചാൽ അത് എന്തിനു ചോദിച്ചു, നിങ്ങളെക്കാളും ഇന്ന് ഇഷ്ടപ്പെടുന്നു, നിങ്ങളെക്കാളും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഉമർ ഒന്നാനെ കുറച്ച് സമയം ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് പറയാം, എനിക്കിപ്പോൾ ലോകത്ത് എല്ലാതും ഇന്നെക്കാട്ടിലും അവിടുത്തെ ഇഷ്ടം, ഇന്നേക്കാൾ കൂടുതൽ അവിടുത്തെ ഇഷ്ടം. ഇപ്പോൾ ഉമർ എപ്പോൾ നിങ്ങൾ പൂർണ്ണ മുമ്പിലായിരുന്നു, നിങ്ങൾ പൂർണ്ണ മുമ്പിലായി. അപ്പോൾ നമ്മൾ ഈ പറയപ്പെട്ട കരാറുകളൊക്കെ വരുന്നുണ്ടായി. ഉന്നതന്മാരാണ്, പേടിക്കണ്ട, ദുഃഖിക്കണ്ട അല്ലേ. കൽപ്പനകളും പിന്നെ കരാറുകളും അള്ളാഹുവിൻ്റെ സഹായവും മുഅ്മിനീങ്ങളെക്കാൾ അള്ളാഹ് ഏറ്റെടുത്തു. എന്തൊക്കെ കരാറുകളാച്ച മുഅ്മിനീങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ജോലി തിരക്കിലതേ എപ്പോഴാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല, ഏത് രൂപത്തിലാണെന്നറിയില്ല. അറ്റാക്കാണോ, ആക്സിഡൻ്റ് ആണോ, പിന്നെ വേറെ പിന്നെ തളർന്നു പോകലാണോ, രാത്രി കടന്ന് രാവിലെ നീക്കുമ്പോഴൊക്കെ അനങ്ങാതിരിക്കലാണോ, എങ്ങനെയാണ് ഈ ലോകത്തുനിന്ന് യാത്രയാവാന്ന് അറിയില്ല. നമുക്ക് ഈ കൂടിയവർക്കൊക്കെ മുത്തു മുസ്തഫായ ഹബീബുള്ളായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദുജാവർക്കത്തുണ്ട്. അവിടുത്തെ പിൻപറ്റി വന്ന മുഴുവൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ഷാഹിമാരൊക്കെ ഉണ്ട്. നല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും വിവരം കിട്ടി സമയമൊക്കെ പറഞ്ഞു പോകുന്ന കാമിലായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അതേ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമ്മളുള്ളത്, നമ്മുടെ സ്നേഹം ആരോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ സ്നേഹമുണ്ടോ ഇല്ലേ അല്ലേ എന്ന് നമ്മൾ സ്നേഹിക്കണം. ഇപ്പം നമ്മൾ പാടും മങ്കൂസ് മൗലിദ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലും, അന്ത ഉമ്മുന്നം അബൂ മാറ ഐന ഫീഹിമ
മിസില ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈർ നബി. അങ്ങ് ഉമ്മയാണോ ഉപ്പയാണോ? എൻ്റെ ഉപ്പാനും ഇമ്മാനും ഞാൻ നോക്കിയിട്ട് നബിയെ അങ്ങയുടെ പോലെ ഒരു ഭംഗിയവരെ കണ്ടിട്ടില്ല. നേതാവായ നബിയെ, നബിയുമാരിൽ ഉത്തമരായ നബി എന്നൊക്കെ അതിൻ്റെ അർത്ഥം, ആ വരിൻ്റെ അർത്ഥം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുക്കപ്പെടേണ്ട, അവിടത്തേക്ക് മുൻഗണന കൊടുക്കപ്പെടേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മളതൊക്കെ മാറി നിൽക്കുകയാണ്. അങ്ങനെ വന്നാൽ ഖുർആന്റെ ഭാഷയിൽ, നമ്മളത് പറഞ്ഞു സൂറത്ത് തൗബയിലെ ഖുർആന്റെ ഭാഷയിൽ നമ്മൾ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പേരുകൊണ്ട് നമ്മളെ വാപ്പിയമ്മയൊക്കെ മുസ്ലിമാണ്, ഖാദറും ബാത്തുമ്മയാണ്, ഖദീജ അബൂബക്കറുമാണ്. അതുകൊണ്ട് നമ്മൾ നാസറും പിന്നെ കബീറൊക്കെയാണ് നമ്മൾ. അതുകൊണ്ട് പേരുകൊണ്ട് നിങ്ങൾ ആരും മുസ്ലിം അല്ലാന്ന് പറയില്ല. നിങ്ങൾ മരിച്ച പള്ളിത്തൊടുക്ക് തന്നെ കൊണ്ടുപോയി കുഴിച്ചില്ല, ചുടലിയിലോ സെമിത്തേരിയിലൊന്നും കൊണ്ടുപോകില്ല. നിങ്ങൾ മുന്നിട്ടാൻ വിചാരിച്ച പള്ളികളെ കൂടെ നിങ്ങൾ ചേർക്കുക. നിങ്ങൾ ഇന്ത്യക്കാരായി ജനിച്ചുകൊണ്ട് ഇന്ത്യന്റെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അനുച്ഛേദം ഖണ്ഡിക 29, 30 നിങ്ങൾക്കുള്ള ആനുകൂല്യം പറയുന്നതാണ്. ഇപ്പോൾ കിട്ടുമോ കിട്ടില്ലെന്ന് തല്ലുകൂടെ സമയമാണ് അല്ലേ? ന്യൂനപക്ഷ അവകാശം മുസ്ലിം മാപ്പിളയിൽ കിട്ടുള്ളൂ, അതൊക്കെ നമുക്ക് കിട്ടും അല്ലേ? പക്ഷേ നമ്മൾ എന്തയക്കണമെന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പറയപ്പെട്ട ഗണത്തിൽ നമ്മൾ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ, ഖുർആൻ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ, ഉമർ റളിയല്ലാഹു പറഞ്ഞ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫാസിഖീങ്ങളെ കൂട്ടത്തിൽ പോകും, അല്ലെങ്കിൽ മുനാഫിഖീങ്ങളെ കൂട്ടത്തിൽ പോകും. അവിടെയാണ് നമ്മൾ പേടിക്കണം. എല്ലാവരും ഞാൻ വെച്ചാൽ ഒന്നുകൂടി വിശാലമായി ഇരുന്നോളൂ. എല്ലാവരും ശ്രദ്ധ പോകരുത് കേട്ടോ. നമുക്ക് മൗലിക നമ്മൾ കുറച്ച് മൗലിക ദുആ ചെയ്യും. അതിന് മുമ്പ് നമ്മൾ ഈ പറയുന്നതൊക്കെ മൗലികതാണ്. നമ്മൾ ശ്രദ്ധിക്കാം, ക്ലാസ്സൊക്കെ മൗലികല്ലേ. നമ്മൾ ചെല്ലുന്ന ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ മൗലികമാണ്. രണ്ടാളും കൊണ്ടുവന്നാൽ പിന്നെ അവർക്ക് ഒരാൾ അതൊന്ന് വിശാലാക്കി അമേരിക്കാം. ആ കസേര വേണം മാറ്റി, ആ കുപ്പി മാറ്റി സീതി ഇങ്ങോട്ട് വാ. പറയുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പായ കയറി ഇരുന്നോളെ മോനെ, പായക്ക് കയറി സഫായിട്ട് ഇരുന്നോളൂ. ഇരുന്നോളി. പിന്നെ മടക്കിയിരുന്നല്ല വായി കൊള്ളു നിർത്തില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു പ്രഭാഷണങ്ങളല്ല. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിക്കണമെന്ന് വിലയിരുത്തിയിട്ട് ഉറവുകൾ മാറ്റി ഈ ഒരു സംഗമത്തോടു കൂടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മൾ ജീവിതത്തിൽ മാറ്റി ആ രീതിയിൽ ഒരു മുഅ്മിനായി ജീവിച്ച് ഹബീബുള്ള തൃപ്തിപ്പെടുന്ന മക്കളായി ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു മൗലിദും വലിയൊരു സമ്മാനം അവിടത്തേക്ക് കൊടുക്കല്ല അല്ലേ? നമ്മൾ നേരെ എതിര് ജീവിച്ചിട്ട് ഞാൻ ഹബീബുള്ളാന്റെ ആളാണ് എങ്ങനെ ഉണ്ടാവുക? അത് നടക്കില്ലല്ലോ. നമ്മൾ നല്ല അറിയപ്പെട്ട നാട്ടുകാർ പൗരപ്രമുഖനായ വാപ്പാന്റെ മകനാൻ നിൽക്കുക. വാപ്പ പള്ളി കമ്മിറ്റി പ്രസിഡന്റാണ്, എപ്പോഴും ഒന്നാമത്തെ സെഫിൽ ഉണ്ടാവുന്ന ആളാണ്, ഏതൊരു കാര്യത്തിനും ആൾക്ക് എതിരഭിപ്രായം ഇല്ലാത്ത ആളാണ്. മകൻ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായി ഞാൻ ആരാന്ന് അറിയോ? ഇത് എന്നാളാ മകനാന്ന് പറഞ്ഞാൽ എടാ ആ സ്വഭാവം അങ്ങനെ കാണില്ലല്ലോ എന്ന് അത് ഒന്നുമില്ലാത്ത ചിലപ്പോൾ ഇപ്പുറത്ത് പെഗ്ഗടിച്ചോണ്ട് ചോദിച്ചു. ആദ്യം ശരി എന്നോട് എൻ്റെ അടുത്തൊന്നും കാണില്ലല്ലോ എന്ന് സ്വാഭാവികം ചോദിക്കും. അപ്പൊ അതുപോലെ ഏറ്റവും നല്ല മൗലിദ് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പരിശുദ്ധ ദീനിൽ നമ്മൾ ജീവിക്കലാണ്. നമ്മളൊരു പരിശുദ്ധ ഖുർആന്റെ ആയത്ത് നമ്മോട് കൽപ്പിച്ച സ്റ്റൈലാണ്. നിങ്ങൾ ലോകത്തുനിന്ന് യാത്രയാകുമ്പോൾ ഒരു പൂർണ്ണ മുസ്ലിമായിട്ടേ പോകാവൂ.
അല്ലേ? നമ്മളോട് മുസ്ലിം ആവാനും മൂമിനാവാനും കൽപ്പിച്ചു. നിസ്കരിക്കാൻ പറഞ്ഞത് നോമ്പെടുക്കാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ മൂമിനീങ്ങളാണ്. ആ മൂമിനീങ്ങളെ ലിസ്റ്റിൽ പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് എന്ത്? ഉമർ റളിയല്ലാഹു ചോദിച്ചത് അല്ലേ? സ്നേഹം. എല്ലാ സ്വന്തത്തെക്കാൾ വിശ്വാസമാത്രങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ അത് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് പറയാൻ എളുപ്പമാണ്, ഉണ്ടാവാൻ പ്രയാസം തന്നെയാണ്. രംഗം വന്നാൽ നമുക്ക് ആ ഭാര്യ വലുതാവും, മക്കൾ വലുതാവും, കച്ചവടം, അതൊന്നും വേണ്ടാന്നല്ല. നിമിഷാസമതങ്ങൾ പിന്നെ ഭർത്താവായിട്ടുണ്ട്, നിമിഷാസമതങ്ങൾ പിതാവായിട്ടുണ്ട്, നിമിഷാസമതങ്ങൾ ഭരണകർത്താവായിട്ടുണ്ട് അല്ലേ, കച്ചവടക്കാരായിട്ടുണ്ട്, പിന്നെ നവോത്ഥാന നായകരായിട്ടുണ്ട്, പ്രവാചകരായിട്ടുണ്ട്, യുദ്ധം നയിച്ച യോദ്ധാവായിട്ടുണ്ട്, കൂടെ നിന്ന് കിടങ്ങ് കീറി, പിന്നെ വിശപ്പ് സഹിച്ച് കൂടെ നിന്ന് കിടങ്ങ് കീറി പാറക്കല്ല് വെച്ച് കെട്ടി അല്ലേ, കൂടെ നല്ലൊരു അധ്വാനിയായിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്, എല്ലാം ഇസ്ലാമിന്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നും അല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ നമ്മുടെ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മളെ കുറിച്ച് ആത്മവിചിന്തനം നടത്താനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു പോകുന്നില്ല, എങ്കിലും പറയേണ്ട ചില കാര്യങ്ങൾ പറയാതെ പിരിഞ്ഞാൽ, ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള ഒരു ദൗത്യം നിർവഹിക്കാതെ പോയാൽ, നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ തന്നെ വരുമ്പോൾ ആ ചങ്ങായി വന്നു ഈമാനെക്കുറിച്ചും ദീനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഈ പോണ ജീവിതത്തെക്കുറിച്ചൊന്നും പറയാനോ പോയി, ഞങ്ങളെ ചോറും നിന്ന് പോയി, അല്ലെങ്കിൽ ഞങ്ങളെ വെള്ളം കുടിച്ച് ഞങ്ങളെ ഈത്തപ്പഴം നിന്നും പോയി നിങ്ങൾ പറയുന്നതാണ് റബ്ബിന്റെ മുമ്പിൽ അല്ലേ? താത്താന്റെ അണന്റെ കഥ നിങ്ങൾ പഴയ താത്താന്റെ സദക്ക ചെയ്തു പറഞ്ഞു. അപ്പോൾ ആ താത്താന്റെ അണ ചെയ്തപ്പോൾ താത്ത രക്ഷപ്പെട്ടപ്പോൾ ആ നരകത്തിൽ നിന്ന് ഇങ്ങനെ വിറക് കയറുമ്പോൾ ഇങ്ങനെ കയറത്തില്ല, ഒരുപാട് ആ താത്താനെ പിടിച്ച് രക്ഷപ്പെട്ടു. ലാസ്റ്റ് താത്താക്ക് തോന്നി ഇൻ്റെ ഒരു അണമ്മയുള്ളവരൊക്കെ പാടെ പോരുന്ന പണിയപ്പോൾ എല്ലാവരും പാടെ താഴത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈത്തപ്പഴത്തിനും വെള്ളത്തിനൊക്കെ പല ചരിത്രം ഉണ്ടാവും. നാളെ ഹിസാബില്ലാത്തൊരു സംഭവമില്ല, ഇതൊക്കെ ഹിസാബ് പറയും. നിങ്ങൾ നൽകിയ റൂം ഹിസാബ് പറയും, നിങ്ങളങ്ങ് ഇരിക്കാൻ നൽകിയ മുസല്ല ഹിസാബ് പറയും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള വിഷയം പറയാതെ പോയാൽ അല്ലേ, ഇന്ന് നമ്മളെ ഫോണ് അല്ലേ വ്യഭിചാരം പെരുകിയൊരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ ജീവിക്കുമ്പോൾ മൊബൈലും യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ചാറ്റിങ്ങിലും ഒക്കെ അറിയാതെ, കാരണം നമ്മൾ നല്ല കാര്യത്തിന് ഒരു ഫോൺ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പെണ്ണ് തുണയിച്ചിട്ട് ചാർന്നുണ്ട നമ്മളേക്ക് പോയി, പിന്നെ മണിക്കൂറുകൾ പോകുന്നത് നമ്മളറിയാം. പിന്നെ നമ്മൾ നിസ്കരിച്ചിരുന്ന കാര്യം ഇങ്ങനത്തെ നമ്മൾ പിന്നെ യാനബി സലാം അലൈക്കും ആ സലാം എടുത്തു ആ നാവൂടെ അങ്ങനെ ചെയ്യില്ല. അപ്പൊ നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്താതെ പാടിപ്പറയലുകളിൽ മാത്രം നമ്മൾ ഒരു മൗലിദിനെ കണ്ടാൽ, പ്രവാചക സ്നേഹത്തെ കണ്ടാൽ, ഇഷ്കിനെ കണ്ടാൽ, റബീഇനെ കണ്ടാൽ നമ്മൾ നഷ്ടപ്പെടും. നമ്മുടെ ജീവിതം മാറണം, നമ്മുടെ ജീവിതത്തിന് വിശ്വാസമാത്രമുള്ള ചരിതകൾ വരണം. കാരണം സഹാബാക്കൾ മൗലിദ് ഓതിയ രീതിയാണ് പറഞ്ഞത്. സഹാബാക്കൾ മൗലിദ് ഓതിയോ എന്ന് ചോദിച്ചത്, സഹാബാക്കൾ മൗലിദായി ജീവിച്ചോല്ല. സിദ്ദീഖ് റളിയല്ലാഹു ജീവിതം മുഴുവൻ മൗലിദായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു ഒരു സെക്കൻഡ് ഉണ്ടായിട്ടില്ല മൗലിദില്ലാതെ അല്ലേ? ഉണ്ടായില്ലോ ഇല്ല. പർവാനിക്കോ ചിറാഗുകളെ ബുൽബുൽ കപൂൽ ബസ് അല്ല, ബുൽബുൽ കപൂല് സിദ്ദീഖ് കൈലിയെ ഖുദാ കൈ റസൂൽ. നമ്മുടെ ഈയാമ്പാറ്റകൾ ഉണ്ടല്ലോ, ഈ വളക്കത്തും പിന്നെ വെയിലത്തും പിന്നെ പാറ്റകൾ, ഒരു കുറച്ച് നേരം വളക്കത്ത് ഒരായസതാണ് അവിടെ അങ്ങനെ മരിച്ചു, ഒരുക്കാ വളക്ക് മതി. വേഴാമ്പൽ പക്ഷിക്ക് പുഷ്പം മതി. അല്ലാമായിക്ക് പോലെ പറയാം സിദ്ദീഖ് കൈലിയെ ഖുദാ കൈ റസൂൽ. സിദ്ദീഖ് റളിയല്ലാഹു ആണ് ആകെ അല്ലാഹുവിന്റെ റസൂലിനെ മതി. സിദ്ദീഖ് റളിയല്ലാഹു ഇതേമാതിരി ഇരുത്തിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ശരിക്കും ചിന്തിക്കണം, നമ്മൾ പറയുന്നത് എന്താണ് മൗലിദ് എന്ന് പഠിക്കാനാണ് പറയുന്നത്. സിദ്ദീഖ് എന്നവരെ ഈ ഭൂലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് ഭൂലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാനും തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു ഈമാൻ മറുതട്ടിലും വെച്ചാൽ ആ ഈമാനെ തൂങ്ങുക. ആ ഈമാന്റെ കട്ടി കൂടാൻ, തൂക്കം കൂടാൻ, ക്വാളിറ്റി കൂടാൻ, ക്വാണ്ടിറ്റി കൂടാൻ, അതിന്റെ മൂല്യം വർദ്ധിക്കാൻ, തുല്യതയില്ലാത്ത ഈമാനായി മാറാൻ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പ്രേരിപ്പിച്ച വസ്തു എന്തായിരുന്നു എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിക്കാൻ വന്ന അള്ളാഹുവിന്റെ ഹബീബ്
അന്ത്യനാൾ വരെയുള്ള ഉമ്മത്തീങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി സിദ്ദീഖ് ഇരുത്തി ചോദിക്കുകയാണ്, സിദ്ദീഖ് എന്നവരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്താണ്? നിസ്കാരത്തിൻ്റെ മഹത്വം അറിയാം, തഹജ്ജുദിൻ്റെ മഹത്വം അറിയാം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപെട്ടി ഷഹീദാവുന്നതിൻ്റെ മഹത്വം അറിയാം, പാവങ്ങൾക്ക്, അഗതികൾക്കും അനാഥകൾക്കും അന്നം നൽകുന്നതിൻ്റെ, സംരക്ഷണം നൽകുന്നതിൻ്റെ മഹത്വം അറിയാം, മാതാപിതാക്കളെ പരിപാലിക്കുന്നതിൻ്റെ മഹത്വം അറിയാം, പള്ളി നിർമ്മാണത്തിൻ്റെ മഹത്വം അറിയാം, അറിവ് നേടലിൻ്റെ മഹത്വം അറിയാം. ഇതൊക്കെ അറിയണ സിദ്ദീഖ് റളിയല്ലാഹു. ആ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഏറ്റവും ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും അഫ്ളലായ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് ചോദിക്കുക. എന്താ മറുപടി കൊടുത്തത്? എന്താണ് മറുപടി കൊടുത്തത്? ആ അമല് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കണ്ടേ? അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തെ പൂമുഖം കണ്ടുകൊണ്ടിരിക്കലാണ്, അവിടുത്തെ പൂമുഖം കണ്ടുകൊണ്ടിരിക്കലാണ് ഏറ്റവും വലിയ അമല്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖുബൈസ് മലയുടെ മുകളിൽ കയറി 14 രാവിലെ ദിവസം, 14 രാവിന്റെ വെട്ടിത്തിളങ്ങുന്ന പൊന്നമ്പിളി ആ പൗർണമിയെ, പൂർണ്ണചന്ദ്രനെ അങ്ങനെ നോക്കി. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി മാറി നോക്കിയിട്ട് അവസാനം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തിൽ നിന്ന് കണ്ണെടുക്കാതെ, ഹബീബെ ആ പൊന്നമ്പിളിയേക്കാൾ എത്ര സുന്ദരമാണ് ഈ പൂമുഖം എന്ന് പറഞ്ഞ് ആ പൂമുഖത്തേക്ക് തന്നെ നോക്കി കണ്ണെടുക്കാതെ അവിടെ നിന്നതായിട്ട് ഹദീസിൽ കാണുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മുഖം കാണാനാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ പിന്നെ ഏത് അമലാണ്? അപ്പോഴും പറഞ്ഞു, അവിടുത്തെ മുന്നിൽ കുത്തിരിക്കലാണ്, അൽ ജുലൂസ് ബിലൈൽ. മൂന്നാമതും ചോദിച്ചു, എൻ്റെ മുഴുവൻ ധനം അവിടുത്തേക്ക് വേണ്ടി ചെലവഴിക്കാൻ. അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അശ്റഖൽ ബദ്ർ ചൊല്ലിക്കണോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 24 മണിക്കൂറും ആ വസന്തത്തിലായിരുന്നു, ആ മൗലിദിലായിരുന്നു, ആ പുണ്യ പൂമേനിയിലായിരുന്നു, ആ ബദ്റിലായിരുന്നു, ആ ഒളിയിലായിരുന്നു, ആ തിരുപ്രഭയിലായിരുന്നു. ആ മുഖമില്ലാത്ത നിമിഷത്തെ അവർ കുഫറായി മനസ്സിലാക്കി. അവിടുത്തോടുള്ള സ്നേഹം അകന്നു പോകുന്ന സമയത്തെ അവർ ഫിസ്കായി മനസ്സിലാക്കി. അതായിരുന്നു അവരെ മൂടി. നമ്മൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാനുണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ സൂക്ഷിപ്പുകാരനായ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഓരൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മൾ പേടിക്കേണ്ടതാണ്. നമ്മൾ പേരുകൊണ്ട് മുസ്ലിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കലിമ ചൊല്ലി മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ച ഒന്നാമത്തെ സഫിൽ നിസ്കരിച്ച ആളുകളിൽ പോലും ടോട്ടൽ നോക്കുമ്പോൾ 300 ആൺമുനാഫിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ 60 പെൺമുനാഫിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ മുനാഫിക്കാണോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാം? നമ്മൾ മുമ്പിലാണോ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാം? നമ്മൾ പേര് മുനാഫിക്കും ഫാസിക്കും ബാക്കിയൊക്കെ മുസ്ലിമല്ലേ കാരണം നിസ്കാരമല്ലോ ഒരാൾക്കാരൻ നോമ്പിലോ വിശ്വാസങ്ങൾ വളരെ കൃത്യമായിട്ട് പറയണം. ഹദീസ് അവസാന കാലം വരും ജനങ്ങൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചും ഖുർആൻ ഓതി ഈമാനാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈമാൻ? അതുകൊണ്ടാണ് ആ പള്ളിയിലൊപ്പം വിശ്വാസങ്ങളെ കൂടെ നിസ്കരിച്ച ആളുകൾ മുനാഫിക്ക് ലിസ്റ്റ് ഇല്ലോണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ആ പേരുകളൊന്ന് പറഞ്ഞു ചോദിച്ചത് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഹുദൈഫ ആ ലിസ്റ്റിൽ ഇല്ല പേരുണ്ട് ചോദിച്ചു. ഇല്ല, അവിടുത്തെ പേരില്ല. ഒരു മയ്യത്ത് കൊടുത്തു വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമായിരുന്നു, ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കണം. അത് മുനാഫിക്കാണോ മുസ്ലിമാണോ തീരും? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, വേഷം കൊണ്ടോ രൂപം കൊണ്ടോ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സക്കാത്ത് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ കോലം കൊണ്ടോ ഒന്നും നമ്മൾ എന്താവണമെന്നില്ല, നിഫാക്ക് നീ മുനാഫിക്കിന്റെ ലിസ്റ്റിന് പുറത്താവണമെന്നില്ല. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുമ്പിലേക്കണോ മൂമ്പിനായിട്ടില്ലെങ്കിൽ മൂമ്പിനാകും. അതായിരിക്കണം നമ്മുടെ റബീയിലും നമ്മുടെ ഈ മൗലിദ് സദസ്സിൻ്റെയും മജ്ലിസിൻ്റെ ഒക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ സന്ദേശം. എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ കൂടെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, വളരെ ഗൗരവത്തിൽ എനിക്ക് ഉണർത്താണത്, വളരെ താക്കീതിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളിലേക്ക് വന്നത് അല്പം പൈസ ഉണ്ടാക്കാനാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ വന്നത്, ഒരു പിടി അന്നത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. അള്ളാഹു നമുക്ക് ജോലിയിൽ വിശാലത നൽകട്ടെ. പക്ഷെ നിങ്ങൾ പടച്ചോ സൃഷ്ടിച്ചത് അതിന് വേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. 24 മണിക്കൂറാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ആയുസ്.
അലി റളിയല്ലാഹു അൻഹു വളരെ പ്രശസ്തമായ ഒരു കവിത ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച് 60 വർഷം ജീവിക്കുന്ന ഒരാൾ അല്ലേ, ഓൻ്റെ മൂന്നിലൊന്ന് കാലം നല്ലൊരു പ്രധാനപ്പെട്ട ഭാഗം പോലെ എന്തായി, കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയി. SLC വരെയുള്ള ജീവിതം കൂട്ടിക്കൊള്ളുന്നത് 15 വയസ്സ്. അന്ന് ചിന്തയില്ല, അന്ന് പന്തളിച്ചും ക്രിക്കറ്റ് കളിച്ചൊക്കെ കഴിഞ്ഞു പോയി. പ്രാരാബ്ദങ്ങളോ ചിന്തകളൊന്നും ഇല്ല. പിന്നെ മറ്റൊരു മൂന്നിലൊന്ന് നോക്കുമ്പോൾ ഉറങ്ങിയിട്ടും പോയി, ഉറക്കത്തിന് പോയി. പിന്നെ കുടുംബം, ജീവിതം, ജോലി, കാര്യങ്ങൾ ഒക്കെ ആയി. ലാസ്റ്റിലെ മടങ്ങി പോകുമ്പോൾ അൾസറും ക്യാൻസറും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോകും. ഷുഗറും പ്രഷറും പ്രമേഹമായിട്ട് തിരിച്ചു പോകും. എന്താ ഒരു വാക്യം? ഇങ്ങനത്തെ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറിയത്. നമ്മളിപ്പോൾ യാത്രയായി. നമ്മുടെ പട്ടാമ്പിയിലെ സുഹൃത്തിൻ്റെ പേരെന്താ? കബീർ സാഹിബ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നിരാശം അവിടെ ഈമാൻ നമുക്ക് നൽകാം. ഇപ്പോൾ കബീർ സാഹിബ് ഇപ്പോഴും മരിച്ചു നോക്കുകയാണ്. സങ്കല്പിച്ച് നോക്കി, നമ്മൾ ആ പേര് എന്താ മൂപ്പര് പേര് പിന്നെ പറയാം. ഇപ്പം നമ്മൾ കബീർ എന്നല്ല പറയുന്നത്, ഇപ്പോഴും മരിച്ച എന്താ ഉസ്താദിന്റെ പേര് പറയാം? മയ്യത്ത് എന്ന് പറയാം. എന്താ സംഭവിച്ചത്? എത്ര പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് മാറി, നമ്മുടെ പേര് മാറി, ഒക്കെ മാറി. പിന്നെ അടുത്തത് ഫോൺ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ മയ്യത്ത് ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദായിരിക്കണം അല്ലേ, മൂപ്പർക്ക് ഫോൺ ഇങ്ങനെ വരുന്നുണ്ടാവും. ഉസ്താദെ മയ്യത്ത് കുളിപ്പിച്ചാൽ വെച്ചാ, കബീറിനെ കുളിപ്പിച്ചാൽ വെച്ചോ എന്ന് ചോദിക്കാരെങ്കിലും? മയ്യത്ത് നിസ്കാരം എപ്പോഴാ? കഫൻ ചെയ്ത് കഴിഞ്ഞാ മയ്യത്ത് കബറടക്കിയ? എന്താ ഇവിടെ സംഭവിച്ചത്? അപ്പൊ കബീർ പിന്നീട് പോയി. എന്തായാലും ഇപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഇരിക്കുന്ന കബീർ ഇതേപോലെ മീശയുടെയോ താടിയുടെയോ ശരീരത്തിലൊരു രോമം പോലും മാറിയിട്ടില്ല, അതേപോലെ ഉണ്ടായിരുന്നു. ഒന്നിന് കറത്തിയുള്ളൂ. അപ്പൊ കബീർ എങ്ങനെ പോയത്? ആരാണ് ഈ കബീർ? നമ്മളൊരു ചിന്ത, നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ വാപ്പാൻ്റെ ഇമ്മാനെയും പേര് പറഞ്ഞ്, വീട്ടുപേരും പറഞ്ഞ്, താലൂക്കും പറഞ്ഞ്, വില്ലേജും പറഞ്ഞ്, പഞ്ചായത്തും പറഞ്ഞ്, പിന്നെ അല്ലെങ്കിൽ അംശവും ദേശവും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് നമ്മളായാൽ മതിയോ? ഇതൊന്നും പഠിച്ചവൻ്റെ അടുത്തില്ല. SLC ബുക്ക് അവിടെ ഡോക്യുമെന്റ് അല്ലട്ടോ, ആധാർ കാർഡ് അവിടെ സ്വീകരിക്കൂലട്ടോ, ID കാർഡിന് അവിടെ വാല്യൂ ഇല്ലട്ടോ, നമ്മളെ പാൻ കാർഡ് ആയിട്ട് ചെല്ലണ്ട, അവിടെ ബാങ്ക് ഇടപാടും ഇല്ല. എന്താണ് നിങ്ങൾക്കൊരു മേൽവിലാസം? നീ ആര്? നിന്റെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? എന്തായിട്ടാണ് നിന്റെ അടുത്തേക്ക് വരുന്നത്? എന്തോടോ കയ്യിലുള്ളത്? കറക്റ്റ് വിടണമെങ്കിൽ എമിഗ്രേഷൻ ചെക്ക് പോണ്ടേ, നമുക്ക് സെക്യൂരിറ്റി ചെക്കാണ് പോണ്ടേ. എന്തുണ്ട് അവിടേക്ക് പോകണമെങ്കിൽ വിസി പാസ്പോർട്ട് കയ്യിൽ വേണം. കൃത്യമായിട്ട് പഠിപ്പിച്ചത് കൂടെ എന്താണത് നമുക്ക്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. കബീർ ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഓരോരുത്തരും എപ്പോഴാണ് മരിക്കാൻ നമുക്ക് ഉറപ്പുണ്ടോ? ആർക്കെങ്കിലും അറിയോ മരണത്തിന്റെ സമയം? ഇല്ല. ഏത് രൂപത്തിലാണെന്നറിയില്ല. നമ്മളൊക്കെ ഒരു സ്വഭാവം അതാണ്. നമ്മൾ സ്വന്തം വാപ്പാനെ കൊണ്ടുപോയി ഖബറാക്കി പോന്നാൽ നമ്മൾ വിചാരിക്കും അടുത്തതോ അതിൻ്റെ അടുത്തതൊന്നും ഞാനല്ല, ഒരു 4 ആൾ കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചോളൂ എന്ന് വിചാരിച്ച് സമാധാനിച്ച് പൂര ചെയ്യാം. കുറച്ച് സമയം അല്ലേ? നിങ്ങൾ നോക്കുള്ളൂ. മരിച്ച വരി തന്നെ ആയിക്കോട്ടെ. ആദ്യത്തെ ദിവസത്തെ മൗലൂദിന് ഭയങ്കര ഇതാക്കാരം, രണ്ടാമത്തെ ദിവസം കുറച്ച് കുറയും, 3 കഴിഞ്ഞാൽ ഒന്നും കൂടി കുറയും, 7 കഴിഞ്ഞാൽ ഒന്നും കൂടി കുറയും, 40 കഴിഞ്ഞാൽ ഓലുള്ളിൽ തന്നെ വരും. പാച്ചടക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, വാപ്പാനോടുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ആ സീരിയലൊക്കെ നോക്കാം. എത്ര പെട്ടെന്ന്. ഞാൻ പറയുന്നത് തെറ്റില്ലെങ്കിൽ എന്നെ തിരുത്തണം. ഞാൻ കണ്ടനുഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷേ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് താക്കീത് ചെയ്ത് പറയുന്നൊരു വാക്കുണ്ട്, അക്തിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും രസങ്ങളെയും ആനന്ദങ്ങളെയും സൗഖ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന, കൊന്നുകളയുന്ന മരണമെന്ന ആ വസ്തു ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ ധാരാളമായി ഓർക്കി. 1 വട്ടോ 2 വട്ടോ ഓർത്താൽ പോലെ ധാരാളമായി ഓർക്കി. മരണസ്മരണ നമ്മൾ വിട്ടുപോകുന്നത് വല്ലാത്തൊരു പിടുത്താണ്. അപ്പം നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയാനുള്ള വിഷയം, നമ്മൾ ആരാണെന്ന് ചോദിച്ചു നമുക്കൊരു ഉത്തരം കണ്ടെത്തണം. നിങ്ങൾ ഈ കാണുന്ന ബോഡിയല്ല, ശരീരമല്ല നിങ്ങൾ. ഇത് 4-5 സാധനങ്ങളിൽ നിന്നുള്ളതാണ്. മണ്ണും വെള്ളവും തീയും പിന്നെ കാറ്റൊക്കെ പാടെ കൂട്ടിണ്ടാക്കിയ സാധനമാണ്. മണ്ണിൽ നിന്ന് പഠിച്ചതാണെന്ന് പറയുന്നുണ്ട് അല്ലേ?
കളിമണ്ണിൽ നിന്ന് പഠിച്ചാന്ന് പറയുന്നുണ്ട്, മുട്ടിയാൽ ശബ്ദം ഉണ്ടാക്കുന്ന മണ്ണിൽ നിന്ന് പഠിച്ചതെന്നൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ പറയപ്പെട്ട സാധനമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പഞ്ചഭൂതങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ അല്ലേ? എന്നാലും ഒരു തുള്ളി ആയിരുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നീ ഒരു തുള്ളി ആയിരുന്നില്ല മനുഷ്യൻ, ഒരു ഇന്ദ്രിയ തുള്ളി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് അതല്ല. നിങ്ങളെ റൂഹിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉസ്താദെ? തടിയും മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെ ബിർവായി സംഭവിക്കുന്നത്? അപ്പൊ ആരാ മരിക്കണത്? റൂഹാ മരിക്കണത്? ബോഡിയാ മരിക്കണത്? റൂഹ് മരിക്കൂല. റൂഹ് പോകല്ലേ? റൂഹ് അതിന്റെ റെന്റേക്കാരനെ ഒഴിവാക്കി പോയി. റൂഹ് എപ്പോഴാണ് നിങ്ങളെ ശരീരത്തിലേക്ക് എത്തിയത്? ഇത് കബീർ സാഹിബിനോട് മാത്രമല്ല ചോദ്യം കേട്ടോ. ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. വരുന്നില്ലെങ്കിൽ ചാരാതിരുന്നോളി, അല്ലാതെ വരികയാണെങ്കിൽ അപ്പോഴും ചാരാതിരുന്നോളി എന്നൊക്കെ പറയാൻ കഴിയും. ചാരാനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടാണ്. അതെന്തായാലും ഈ മജ്ലിസിലെ പ്രത്യേകത ഉണ്ട്. ഞങ്ങൾക്കൊരു ഉസ്താദുണ്ട്, ഞങ്ങൾക്കൊരു ഷെയ്ഖുണ്ട്, മജ്ലിസിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഉസ്താദാണ്. നിങ്ങളതിൽ ബേജാറാവണ്ട കേട്ടോ. ഈ മജ്ലിസ് കൊണ്ട് നിങ്ങൾക്ക് അസുഖം മാറുകയുള്ളൂ, ക്ഷീണം കുറയുള്ളൂ, ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ നമുക്ക് പരിചയപ്പെടാം, നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്നാണ് റൂഹ് എത്തിയത് കബീർ സാഹിബിന്റെ ശരീരത്തേക്ക്? അറിയോ? നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അറിയുന്നു? അറിയോ? പറഞ്ഞോളിട്ടാ. അറിയുന്നവർക്ക് പറയാം, അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരും. കുഴപ്പമൊന്നും. നമ്മളെപ്പോഴും പറയില്ലേ 4-ാം മാസത്തിൽ റൂഹ് ഊതിയത് അല്ലേ? ഏത് 4-ാം മാസം? നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളുടെ പ്രായം, ഗർഭത്തിലുള്ള ഗർഭസ്ഥ ശിശു ആയിരിക്കെ നിങ്ങളുടെ പ്രായം 120 ദിവസം, 4 മാസം, 3:40 ആയ സമയത്താണ് നിങ്ങളെ റൂഹിന് പുതിയത് അല്ലേ? അപ്പൊ അതിന് മനസ്സിലാക്കണം. എന്താ അറിയും? എന്താണ് നിങ്ങളുടെ ഉപ്പാന്റെ പേര്? ജീവിച്ചിരിക്കുന്നുണ്ടോ? അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഉമ്മാന്റെ പേരെന്താ? ഫാത്തിമ. ജീവിച്ചിരിപ്പുണ്ടോ? ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ, ഈമാനും പ്രദാനം ചെയ്യട്ടെ അല്ലേ? അപ്പൊ നിങ്ങൾ ആ റൂഹിന് നിങ്ങളെ ഉപ്പാക്കോ ഇമ്മാക്കോ യാതൊരു റോളുമില്ല. നിങ്ങളെ ശരീരത്തിന് റോളുള്ളൂ. അതാ പറഞ്ഞത്. നിങ്ങളെ ശരീരം രൂപപ്പെടുത്തുന്നതിൽ ഉപ്പാക്കോ ഉമ്മാക്കോ എന്തില്ല? ശരീരം രൂപപ്പെടുത്തിയില്ല. ശാരീരിക ബന്ധപ്പെട്ടതിന് ശേഷമുള്ള റോളല്ലാതെ നിങ്ങളുടെ റൂഹിന്റെ വിഷയത്തിൽ റോളില്ല. റൂഹ് ആര് ഊതിയതാ? പറഞ്ഞോളി. അല്ലാഹു അല്ലേ? ഖുർആൻ തന്നെ പറയേണ്ടത് 3-ലധികം സ്ഥലത്ത് പറയുന്നത്. ഒന്ന് മുഅ്മിനൂൻ സൂറത്ത്, ഒന്ന് നിങ്ങൾ ഓർത്തിച്ചോളി മുഅ്മിനൂൻ സൂറത്ത്. അത് നമ്മൾ പറയപ്പെട്ട മുഅ്മിനൂൻ സൂറത്ത്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ രസമുണ്ട്. ആരെങ്കിൽ ഖുർആനിൽ തന്നെ ഉണ്ട് എന്ത്? മുഅ്മിനൂൻ സൂറത്തുണ്ട്. ഖുർആനിൽ തന്നെ കാഫിറൂൻ സൂറത്തുണ്ട്. ഖുർആനിൽ തന്നെ മുനാഫിഖ് സൂറത്തുണ്ട്. വല്ലാത്ത രസമാണ് അള്ളാഹ് കാണിച്ചത്. മുനാഫിഖ് സൂറത്ത് ഓതിയാലും കൂലിയാണ്, മുഅ്മിനൂൻ സൂറത്ത് ഓതിയാലും കാഫിറൂൻ സൂറത്ത് ഒക്കെ ഖുർആനിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറേ പേടിക്കാനുണ്ട്. ഇത് ഖുർആനിൽ തന്നെ ഉണ്ട് ഈ അധ്യായങ്ങളൊക്കെ. സൂറത്തുൽ കാഫിറൂനില്ലേ, സൂറത്തുൽ മുഅ്മിനൂനില്ലേ, മുനാഫിഖൂനില്ലേ, ഒക്കെ ഖുർആനിൽ തന്നെ. അപ്പൊ നിങ്ങളുടെ റൂഹ് നിങ്ങളിവിടെ വാണട്ടോ, നിങ്ങളിവിടെ വാണം. നമ്മൾ മൗലൂദ് ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ആരാന്ന് പറഞ്ഞാലാണ് എന്താ പോയി ചെങ്ങായി മൗലൂദ് ഓതാൻ വന്നിട്ട് ഈ ആക്രമണത്തും ചെല്ലിയിൽ ഇങ്ങനെ എടുത്ത് സ്വീപ്പാക്കാൻ വന്നിട്ട്. നിങ്ങളെ സ്വീപ്പാക്കാനല്ല, നിങ്ങളെ രക്ഷപ്പെടുത്താനാണ്. ഈ ഉറക്കം വെച്ച് ഞങ്ങളിവിടെ വന്നല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടാണല്ലോ. നിങ്ങളൊന്നും തരും വേണ്ട. ഭക്ഷണം ഉണ്ടാക്കിയാൽ ഞങ്ങൾ കഴിച്ചിട്ട് പോകുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ തരണ്ട. നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണല്ലോ. കഴിച്ചില്ലെങ്കിൽ നമ്മൾ പറയില്ല. ഭക്ഷണം ഉണ്ടാക്കിയാൽ അങ്ങനെ ചെയ്തു പറയും. വേറെ ഒന്നും നിങ്ങൾ തരണ്ട. പിന്നെ മജ്ലിസിൽ വെച്ച വളരെ ഈത്തപ്പായി ഞങ്ങൾ തിന്നും ചെയ്യും. നിങ്ങളെ കൂടെ നമ്മൾ നിന്നു കേട്ടോ. വേറെ ദിനവും നീനാറും നിങ്ങൾ തരണ്ട. അത് പറയാം, ഞങ്ങളെ പണിയതല്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെ തടിയിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കാൻ, നിങ്ങളെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയാൻ, നിങ്ങളും നിങ്ങളെ റബ്ബുമായുള്ള ബന്ധത്തിൽ നിങ്ങളെ എവിടെ നിൽക്കുന്നു എന്ന് ഒരു ആത്മവിചിന്തനം നടത്തിത്തരാൻ, നിങ്ങളൊരു പൂർണ്ണ മുസ്ലിമാക്കി നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാക്കിത്തരാൻ. അതിനാണ് നമ്മൾ ഈ സദസ്സ്. ഈ മൗലിദോടുകൂടി, ഈ മജ്ലിസോടുകൂടി നമുക്ക് മാറ്റം ഉണ്ടാവണം, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. അതിന്റെ അർത്ഥങ്ങൾ ബക്കാലിൽ നിൽക്കുന്ന ആൾക്കാർ ആ പണിയൊക്കെ നിർത്തിയിട്ട് പെടുന്ന നാട്ടിൽ പോകണമെന്നല്ല അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ആ ജോലി കൃത്യമായിട്ട് ചെയ്യണം, ചെയ്യേണ്ടതല്ല. നാട്ടിലൊക്കെ പാട് വിളിച്ചിട്ട് ഇവിടെ ഒരു ഉസ്താവ് വന്ന് മൊത്തത്തിൽ സമൂലമായ മാറ്റം ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ വിസ ക്യാൻസൽ ചെയ്ത് വരുന്നുണ്ട് ഇസ്ലാമലേ അല്ല. നിങ്ങൾ അതേപോലെ നിൽക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തോളി,
നിങ്ങൾ ഏത് ജോലിയും ചെയ്തു അള്ളാഹു റസൂൽ തൃപ്തിപ്പെട്ട ജോലി, ഹറാമല്ലാത്ത ജോലിയെ സംബന്ധിച്ചു. പക്ഷെ നിങ്ങൾ അള്ളാഹു റസൂലിനോട് പറഞ്ഞൊരു കാര്യമില്ല, ഒരു മുസ്ലിം ആവണം, ഒരു മുഅ്മിനാവണം. ആ മുസ്ലിമുകൾ അയക്കണോ അല്ലേ നോക്കാൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4-ാം മാസമായപ്പോൾ റൂഹിന് ഊതിയത്. ആ റൂഹ് അതിന്റെ മുമ്പ് എവിടെയായിരുന്നു? ഈ റൂഹ് ഊതിന് മുമ്പ് റൂഹ് എവിടെയായിരുന്നു? നമ്മളാരാന്ന് പഠിപ്പിച്ചു തരാട്ടോ. നിങ്ങളെ വയസ്സ് നിങ്ങളുടെ ശരീരത്തിന്റെ വയസ്സല്ല, നിങ്ങൾ ഒരുപാട് മുമ്പ് വിശ്വസിച്ചാലാ. നിങ്ങൾ മരിച്ചപ്പോൾ റൂഹല്ല മരിക്കണത്, ബോഡിയാണ് മരിക്കണത്. റൂഹ് പോയി. റൂഹ് എവിടുന്നാ വന്നതെന്ന് അറിയണം. എവിടുന്ന വന്നത്? അതാണ് കബീർ. എവിടുന്ന വന്നത്? അർജന്റായിരിക്കും അല്ലേ? ഓരോ അർജന്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ അടുത്ത് നിന്നാണ് എന്ത് വന്നത്? ഈ റൂഹ് വന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ അടുത്ത് എവിടുന്നാന്ന് പഠിക്കണമല്ലോ. കാരണം അള്ളാഹ്ക്ക് എടുത്തില്ലല്ലോ, അള്ളാഹ്ക്ക് സ്ഥലമോ കാലമൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ അത് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തന്നു. എവിടെ? അള്ളാഹ് എവിടെ പറഞ്ഞേ? എവിടെയാണെന്ന് പറഞ്ഞേ? അള്ളാഹ് എവിടെ പറയാം? ഖുർആനിലേ. ഖുർആനിൽ പറഞ്ഞു. ഖുർആനിൽ എവിടെ പറഞ്ഞേ? അറാഫ് സൂറത്ത്. ഖുർആൻ ഓതാറില്ലേ? ഓതാറുണ്ടോ? അറാഫ് സൂറത്തിൽ. അറാഫ് സൂറത്തിൽ 172-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് എന്ത്? നമ്മളെ റൂഹ് എവിടെയിരുന്നു? ഇമ്മാന്റെ ഗർഭപാത്രത്തിൽ 120-ാമത്തെ ദിവസം ഊതിനീനെ പോയി നമ്മുടെ ശരീരത്തിൽ ഊതിന് റൂഹ് എവിടെയാണ്? ഏതൊക്കെ റൂഹ് വരും? ഇന്ത്യയും കബീർ വാലിന്റെയും നമ്മുടെ റൂഹ് മാത്രമല്ല, ഇതുവരെ ജീവിച്ച് മരിച്ചോർന്നും ഇനി ജീവിക്കാനോ ഇപ്പൊ ജീവിക്കണമല്ലോ എല്ലാവരും റൂഹ് അള്ളാഹുവിന് ഒരുമിച്ച് കൂട്ടിയാണ്. ആ റൂഹിന് അവിടെ വല്ല റോളുണ്ടോ? ആ റൂഹ് അവിടെ വല്ല റോൾ എടുത്തിട്ടാണോ നമ്മുടെ ബോഡിക്ക് വന്നത്? ഇപ്പൊ അതിന് ഇവിടെ വല്ല റോളുണ്ടോ? ആ റോള് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഇല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കണം, ഉണ്ടെങ്കിലേ നിർവഹിക്കണം. റോളില്ലെങ്കിൽ നമുക്ക് പോവുകയും ചെയ്യാം. അപ്പൊ അവിടെ ആത്മാക്കളുടെ ലോകത്തോട് റോൾ ഉണ്ടായിട്ടുണ്ടാവും. അള്ളാഹുമായിട്ട് നമ്മുടെ റൂഹിൽ കരാർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ വന്ന ഇത് നമ്മുടെ 3-ാമത്തെ വീടാ ഈ ഭൂമി. 1-ാം വീട് ആത്മാക്കളുടെ ലോകം, 2-ാം വീട് അന്ന് റൂഹുള്ളൂ, ബോഡിയില്ല. 2-ാം വീട് നിങ്ങളുടെ ബോഡിക്ക് വന്ന ഉമ്മയുടെ ഗർഭപാത്രം. അത് വല്ലാത്ത രസമാണ് ഗർഭപാത്രത്തെ കുറിച്ചുള്ളത്. 3-ാമത്തെ വീട് ഈ ഭൂമി ലോകം. അപ്പൊ അന്നൊരു കരാർ ചെയ്തു അള്ളാനായിട്ട്. അലസ്തു റബ്ബിക്കും കാലുബല, അള്ളാഹു ആണ് റബ്ബ്. കെലിമയിലൊരു കരാർ ചെയ്തു, തൗഹീദിലൊരു കരാർ ചെയ്തു. അത് ഇന്ന് ഭൂമിയിലെത്തിയപ്പോൾ നമ്മളൊക്കെ അതൊക്കെ മറന്നു. നമുക്ക് പലതും റബ്ബായ പോലത്തിലായി നമ്മുടെ ജീവിതം അല്ലെ? നമ്മൾ നിസ്കരിക്കുമ്പോൾ തക്ബീറിടും, അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറയാം. ഇല്ലാഹി താല ഇവരെ നൃത്തങ്ങളെ കണ്ടാത്തോണം അള്ളാഹ്ക്ക് പോയി നിസ്കാരം കിട്ടാത്തതുകൊണ്ട് ആകെ സങ്കടത്തിലാണ്. കബീറിന്റെ നിസ്കാരം വന്നിട്ട് വേണം നമുക്കൊന്ന് റാഹത്തേക്ക് ഇരിക്കാനും നമ്മൾ പറയുന്നേട്ടെ. തക്ബീറായിട്ട് നമ്മുടെ ചിന്ത എന്താ? പെണ്ണിൻ്റെയും കുട്ടിയുടെയും കച്ചവടത്തിൻ്റെയും എല്ലാ ചിന്തയും അള്ളാഹനെ മാത്രം ചിന്തിക്കുന്നുണ്ടാവില്ല. അള്ളാഹ് വലിയവനാണെന്ന് പറയുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ആകെ കൂടി നമുക്ക് കൊണ്ടുപോകാനുള്ളത് 5 വക്ത് നിസ്കാരം നടക്കുക. നമ്മൾ 5 വക്ത് നിസ്കാരം പെണ്ണായ കല്യാണാലോചന നടത്തുമ്പോൾ ആൾക്കാർ എങ്ങനെയുണ്ട് ചെക്കൻ എന്ന് ചോദിച്ചു. ചെക്കൻ ദീനിയാണ്. ദീനിയാത്ത ചെക്കൻ ദീനിയാണ്. എന്താണ്? വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് 5 വക്ത് നിസ്കരിക്കാറ്. 5 വക്ത് നിസ്കാരം ഒന്ന് സെൻസർ ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ വരച്ചു നോക്കിയാൽ, ലോഹങ്ങൾ വരച്ചു കല്ലൊക്കെ വരച്ചു നോക്കിയാൽ പണ്ടൊരു മഹാൻ പറഞ്ഞ മാതിരിയാണ്. പണ്ടൊരു മഹാൻ പറഞ്ഞു നമ്മൾ നീയത്ത് വെക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചു. എപ്പോഴാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത്? നിസ്കാരത്തിൽ എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത്? ഫസ്റ്റ്. പക്ഷെ ആ മഹാൻ പറഞ്ഞു നല്ലത് അവസാനത്തിൽ വെക്കലാണ്. എന്ത് ചോദിച്ചു? സത്യസന്ധമായിട്ട് നീയത്ത് വെക്കാലോ. ഫസ്റ്റിൽ നമ്മളിങ്ങനെ നീയത്ത് വെക്കും അള്ളാഹ്ക്ക് വേണ്ടിയാൽ. ഇങ്ങനെ തെക്കുബീർ കെട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നമ്മളെ കൈജമ്മൂര് ഓർമ്മ വരും, നമ്മുടെ ഉമ്മാത്തൂര് ഓർമ്മ വരും, നമ്മുടെ കുഞ്ഞുകുട്ടിന് ഓർമ്മ വരും, നമ്മുടെ കച്ചവടം ഓർമ്മ വരും. അപ്പൊ അള്ളാഹ്ക്ക് ഇല്ലല്ലോ. അപ്പൊ സലാം വേണ്ടിയിട്ടാണ് നീയത്ത് വെച്ചാൽ എന്തായി? തെക്കുബീർ കെട്ടുന്ന ആ തെക്കുബീർ അള്ളാഹ്ക്കാട് കൊടുക്കാൻ പറ്റും. മാലിക് യൗമിദ്ദീൻ വരെ നമുക്ക് ഉപ്പാക്കും കൊടുക്കാം. സിറാത്തൽ ലദീന മുതൽ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. വലല്ലാലീൻ അത് നമുക്ക് നമ്മളെ പ്രേമിക്കണം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കൊക്കെ കൊടുക്കാം. പിന്നെ ഫുട്ബോളോ ക്രിക്കറ്റോ ഉണ്ടെങ്കിൽ ഓരോന്നിനും കൊടുക്കണേ കുറച്ച്. പിന്നെ ഇവിടെ വല്ല പ്രശ്നം, ഇന്ത്യയിൽ വല്ല മോഡിന്റെ പ്രശ്നം നടക്കണ്ടാവും, ആഗോളതലത്തിൽ ഇവിടെ എക്സ്പോ നടക്കണ്ടാവും, ഇതിനൊക്കെ കുറച്ച് കൊടുക്കണം. അപ്പൊ ലാസ്റ്റ് നീയത്ത് വെച്ചാൽ ഓരോരുത്തർക്ക് വീതം കൃത്യം സത്യസന്ധമായിട്ട് നീയത്ത് വെക്കാറ്. അപ്പൊ അള്ളാഹ്ക്ക് എത്ര അവർ മഹാൻ പറഞ്ഞ നല്ലത് അതല്ലേ? ആ നീയത്തല്ല ഉഷാറ് നീയത്താകുക. നീ വടായി കൊടുണ്ടല്ലോ ഫസ്റ്റ് തന്നെ. ശരിയല്ലേ പറയുന്നത്? അങ്ങനെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ നിസ്കരിച്ചാൽ ക്ഷീണുണ്ടാവും, അസ്വസ്ഥത. അങ്ങനെ നിസ്കരിച്ചാൽ എന്താ സംഭവിക്കുക? ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. തെക്ബീർ കെട്ടി നിങ്ങൾ അള്ളാഹനെ ഓർക്കണീന് പകരം അള്ളാഹനെ മറന്നിട്ടാണോ നിസ്കരിക്കുന്നത്
നിങ്ങൾ ആ നിസ്കാരമൊക്കെ പാട് കൂടി അള്ളാഹ് നിങ്ങളെ കൊണ്ടുപോയി നരകത്തിൽ കൊടുക്കുന്ന അള്ള പറയാം. അള്ളല്ലേ പ്രതിഫലം തരുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ നമ്മൾ പറഞ്ഞത് ലില്ലാഹിത്താലമല്ലേ നീയത്ത്, അതിമല്ലേ ഇത് കെട്ടിപ്പടുത്തത്, അതിമല്ലേ കുമ്പിട്ട് നീച്ചതും ഒക്കെ, അതിങ്ങനെ അങ്ങോട്ട് കൂടി നീ സലാം വേണ്ടി നമ്മൾ നിർത്തിയത്. അതാർക്കാണ്? നരകത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വൈലുല്ലിൽ മുസല്ലീൻ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ വൈലെന്ന് നരകത്തിൽ പോകാൻ നമ്മൾ പണ്ടൊരാൾ പറയും ഇജ്ജ് എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങാൻ പോയത്? എന്നാ പിന്നെ ഏതായാലും നരകത്തിൽ നിസ്കരിക്കാതെ നരകത്തിൽ പോയിക്കൂടെ? എന്നാൽ നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു മുസ്ലിമിനും കാഫിറും വ്യത്യാസം നിസ്കാരം പഠിപ്പിച്ചില്ല. നമ്മൾ നിസ്കാരം ദീനിന്റെ തൂണാന്ന് പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ നിസ്കരിക്കാതിരിക്കും? അപ്പൊ നിസ്കരിക്കണം, നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ നിസ്കരിക്കണം. നോമ്പെടുക്കണം, നോമ്പെടുക്കാൻ പറഞ്ഞതുപോലെ നോമ്പെടുക്കണം. രസകരമായ സംഭവമാണ് അല്ലേ? ഖുർആന്റെ നസ്സായ ആയത്താണ്. ഒരാൾ നിസ്കരിച്ചാൽ അവൻ തെറ്റിയില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായിട്ടും നിസ്കാരം തിന്മകളിൽ നിന്നും മ്ലേച്ഛത്തരങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തും. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ഉമ്മത്തിന്റെ ആളുകളാണ്. നമ്മൾ പള്ളിയിൽ ഇമാം വെക്കുന്ന ആളുകളും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളും സ്ഥിരമായിട്ട് നിസ്കാരം ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അങ്ങനത്തെ ആൾക്കാരിൽ തന്നെ വളരെ മോശപ്പെട്ട പ്രവൃത്തികൾ കാണുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ലേ? ഞോലെ പറഞ്ഞിട്ട് നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കി ഇല്ലേ? അപ്പൊ എന്താ കാരണം? അള്ള കളവ് പറയും. അള്ള കളവ് പറയും. എന്താ പിന്നെ കാരണം? നിസ്കാരമായിട്ടില്ല എന്നുള്ളത്. എന്താണ് നമ്മൾ നിസ്കാരത്തിന്റെ കുറവ്? എവിടെയാണ് നിസ്കാരത്തിന് ഫാൾട്ട് പറ്റിയത്? പഠിക്കണ്ടേ? അപ്പോൾ ഒരു കാര്യം, ഒരു ഷർത്ത്, കൂടുതൽ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ ഭാഗമായിട്ട്, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ സന്ദേശത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റും ഇതൊക്കെ സൃഷ്ടിച്ചല്ലേ ഹബീബ റസൂലുള്ളാഹിമാത്രങ്ങൾ. ആ റസൂലുള്ളാഹിമാത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പരിവർത്തനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിസ്കാരത്തിന്റെ ഒരു ഷർത്ത് പഠിക്കലായിക്കോട്ടെ. ഇന്നത്തെ നമ്മൾ മജ്‌ലിസിലാറുകൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. അവരൊറ്റ ഷർത്ത്, അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ എന്ത് ചെയ്യണം? നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്ത് എന്താ അറിയോ? നമ്മൾ നിസ്കരിച്ച പോലല്ലേ? പറഞ്ഞോളി, ധൈര്യമായിട്ട് പറഞ്ഞോളി. എല്ലാവർക്കും അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. ചിലർ പറയാൻ പാടില്ല. നമ്മൾ പറഞ്ഞു തരും. വിഷയാക്കണ്ട. എന്താണ്? ആർക്കും അറിയാം? ഇന്ന് പേശ നിസ്കരിച്ചു നിങ്ങള്? ഒന്നും അല്ല, നിയ്യത്ത് ഫറളാണ് ഒന്നാമത്തെ ഷർത്ത്. എന്താ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. നിസ്കരിക്കുന്ന ശരീരം, നിസ്കരിക്കുന്ന വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം അഴുക്കിൽ നിന്ന് ശുദ്ധിയാവണം, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. ഒന്നും രണ്ടുമായി. ഔറത്ത് മറക്കണം അല്ലേ? കിബിലാക്ക് മുന്നിടണം, സമയമാവണം. ഇതൊക്കെ ഷർത്തല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ അഴുക്കിൽ നിന്ന് നമുക്ക് ശുദ്ധിയാവാൻ പറ്റുക എന്ന് ചിന്തിക്കണ്ടേ? ഇപ്പൊ ഞങ്ങളിവിടെ വന്ന സമയത്ത് മജ്‌ലിസ് നടത്താൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇവിടെ തന്നെയാണോ മജ്‌ലിസ്? അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, ഇവിടെ നല്ല ഫുള്ള് തുടച്ച് വൃത്തിയില്ലായിരുന്നു. വിരിവാണോന്ന് ചോദിച്ചാൽ നമ്മൾ ആശങ്ക പറഞ്ഞു, ഉപയോഗിക്കാത്താൽ മതി, ഉപയോഗിച്ച് വേണ്ട, മജ്‌ലിസിനല്ലേ. അതിന് ഇതിൽ നല്ല വൃത്തിയാണ്. കാരണം നമുക്ക് റസൂലുള്ളാഹിയുടെ ഉമ്മത്തികൾ പ്രത്യേകത ഭൂമി മുഴുവൻ വെള്ളിയാക്കി തോന്നാറുണ്ട്. ജീവിതത്തിലുള്ള പുല്ല് താമസില്ല അല്ലേ? കാരണം എന്താ? മിഫ്താഹുൽ ജന്നത്തി അസ്സലാ വ മിഫ്താഹുസ് സലാത്തി അത്തഹു. സ്വർഗത്തിന്റെ താക്കോല് നിസ്കാരമാണെങ്കിൽ നിസ്കാരത്തിന്റെ താക്കോല് ശുദ്ധിയാണ്. ഈ ശുദ്ധി ഇല്ലെങ്കിൽ താക്കോലായിട്ട് ശുദ്ധി തുറയാൻ പറ്റൂല. ഏത് നിസ്കാരമൊന്നും കിട്ടൂല ശുദ്ധി ഇല്ലെങ്കിൽ അല്ലേ? വെള്ളത്തിന്റെ എന്താ പറഞ്ഞത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാവണം. എന്തൊക്കെ വെള്ളത്തിന്റെ ഒക്കെ പാവണം. അഗ്നിശുദ്ധിയാണെന്നൊരു ശുദ്ധിയുണ്ട്, തീ കൊണ്ടൊരു ശുദ്ധീകരിക്കരുത്. വെള്ളത്തിന്റെ ഒരു ശുദ്ധിയുണ്ട്. ശുദ്ധി പലതാളും ശുദ്ധി. ചിലത് വെള്ളം കൊണ്ട് കൈയ്യാൻ ശുദ്ധിയാവാത്തതുണ്ട് അല്ലേ? കഞ്ഞിവെള്ളം കൊണ്ട് കുറുക്കാൻ പറ്റും, പക്ഷെ കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റും. കഞ്ഞിവെള്ളത്തിന് എത്ര പ്രശ്നമുള്ളത്? നല്ല കഞ്ഞിവെള്ളം, നല്ല ടോപ്പായിരിൻ്റെ കഞ്ഞിയാണെങ്കിൽ കുടിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, പക്ഷെ ഒതുർക്കാൻ പറ്റും. അപ്പൊ എന്താ അതിനൊക്കെ കാരണം? എന്താ ഒതുർത്ത വരാനുള്ളത്? എന്നാ തായ്മം ചെയ്താൽ പോലും മണ്ണോട്ട് പറ്റും ചെയ്യും. അപ്പൊ ശുദ്ധി വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം നമുക്ക് ശുദ്ധിയാക്കാം, വസ്ത്രവും ശുദ്ധിയാക്കുക, ശരീരം എങ്ങനെ ശുദ്ധിയാക്കുക? ഒതുർത്ത ശുദ്ധിയാവും? നിങ്ങൾ പറഞ്ഞോളി. ശുദ്ധിയാകാതെ എന്തായാലും നിസ്കാരം ഒന്നും സ്വീകരിക്കൂല. ലോക്ക് ഇങ്ങനെ കട താക്കോല് തുറയല്ലേ? കട താക്കോല് പറയില്ല. എങ്ങനെ ശുദ്ധിയാക്കുക? കുളിച്ചാൽ ശുദ്ധിയാവും? ഒതുർത്താൽ ശുദ്ധിയാവും? എന്താണ്? പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരെ കട്ട, പിന്നെ നീ തീട്ടം ചുമന്നോരു കൊട്ട,
പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, രാത്രി കണ്ണടച്ചാൽ പകലാമ പൊട്ട. ശുചായ്മ പോലെ പാടി അല്ലേ? പിഞ്ചോര കട്ട് തന്നെ നമ്മൾ. ഏത് കുട്ടിയും ജനിക്കുമ്പോൾ നല്ലൊരു മണ്ണുണ്ടാവും. അത് പരിശുദ്ധിയുടെ മണം. ഒരു പരിശുദ്ധിയിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ് ഒരു കുട്ടീൻ്റെ ജന്മം. പിന്നെ അതിൻ്റെ മണം ഇങ്ങനെ മാറി വരും അല്ലേ? ഓരോരുത്തരെയും വിയർപ്പിൻ്റെ ഗന്ധല്ലേ ഈ അത്രത്തോളം നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താ? നമ്മൾ അത്ര നല്ല മണമായതുകൊണ്ടല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പരിശുദ്ധി അല്ലേ? കസ്തൂരിയേക്കാൾ നല്ല മണം. അവിടുന്ന് അത്ര രസിക്കല്ലേ ഇത്? അവിടുത്തെ വിയർപ്പ് വാക്കിലോലും അന്ന് പുതിയാപ്പണി പുതിയതിന് മുമ്പ് അതിനും അത്ര രസിക്കും. മുമ്പ് ശ്രീ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇനി അകത്തേക്ക് നോക്കിയാൽ ഇവിടെ മലണ്ട്, മൂത്രമുണ്ട്, ബ്ലഡ് ഉണ്ട്. ഇതൊക്കെ അല്ലേ? എങ്ങനെ പിന്നെ ശരീരം ശുദ്ധിയാവുക? കുളിച്ചോണ്ടും കൈകൊണ്ടും പുറത്ത് കുളിച്ചതും കൈകൊണ്ടും ശുദ്ധിയാവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഹൈജീനിക് ഓർഗാനിക് വെള്ളം ഉപയോഗിച്ച് സ്പെഷ്യൽ ഓഫീസർക്ക് ശമ്പളം കൊടുത്ത് വെള്ളത്തിന്റെ എല്ലാ വിഷയങ്ങളും ചെക്കപ്പ് ചെയ്തിട്ട് കുളിക്കുന്ന ആളാ നരേന്ദ്രമോദി. ശുദ്ധിയാവും? ശുദ്ധിയാവും? ഏറ്റവും നല്ല വെള്ളം നമ്മളെ വെള്ളമൊന്നുമല്ല. നമ്മളിപ്പോൾ നല്ല ഇപ്പോൾ ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ കുളിക്കാൻ കാര്യം മൊത്തം പെട്ട ചൂടാണ്. സൈക്കിളല്ലാതെ എന്ത് ചെയ്യാം? കാത്തിക്കാൻ ടൈമില്ല, ജുമയൊക്കെ ടൈമായി തുടങ്ങി. മോഡിക്ക് അങ്ങനെ, മോഡിക്ക് കുളിക്കാൻ വേണ്ടി ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും. ആ വെള്ളത്തിന് ടെസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടാവും. അതിനൊരു ഓഫീസറാണ്. ശുദ്ധിയാവും? ഞാൻ പറയുന്നതിന് തെറ്റുണ്ടോ? ശുദ്ധിയാവോ? പിന്നെ എങ്ങനെ നമ്മൾ ശുദ്ധിയാക്കുക? എങ്ങനെ ശുദ്ധിയാക്കുക? എന്താ പേര്? ഖാലിദ്. ഖാലിദ് ഒരു വിഷയം ഞാൻ പറയണം. അള്ളാഹു നല്ലൊരു അറിവാ പറഞ്ഞത്. ഖാലിദിന് അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഈമാൻ തഖ്വയും പ്രദാനം ചെയ്യട്ടെ. ഒരു ഖാലിദ് നമുക്ക് പരിചയമുള്ള ഒരു ഖാലിദ് റളിയല്ലാഹു അൻഹു 7 വേശ്യാലയം നടത്തിയ നാളായിരുന്നു. 7 വേശ്യാലയം. ഉസ്സ എന്ന ബിംബത്തിന്റെ സ്പെഷ്യൽ ആരാധകനായി ഖാലിദ്. ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻപല്ല് പൊട്ടാൻ കാരണമായ ഉഹുദ് യുദ്ധത്തിന്റെ ശത്രുഭാഗത്തുള്ള ചാണക്യൻ ഖാലിദ് റളിയല്ലാഹു അൻഹു. ആ ഖാലിദ് റളിയല്ലാഹു ദീനിക്ക് വന്നപ്പോൾ ആരായി മാറി അല്ലേ? അള്ളാഹുവിൻ്റെ ഉടവാളായി മാറി. ഞാൻ പേര് കേട്ടപ്പോൾ പറഞ്ഞു പോയതാണ്. അപ്പൊ നല്ലൊരു കാര്യം, മനസ്സ് ശുദ്ധിയാവണം. നമ്മൾ സാധാരണ പറയില്ലേ, എന്തുണ്ടായാലും ചെങ്ങായി ഇവനെ മനസ്സ് ചെയ്തില്ല, വലിയ ആളെന്നെ കാര്യം, ചിലപ്പോൾ അത്ര വലിയ കാര്യം, ഇങ്ങനത്തെ മനസ്സ് ചെയ്തില്ല അല്ലേ? ഇത് ഖാലിദ് പറഞ്ഞതല്ല. ഇതാര് പറഞ്ഞതാ? നിസ്കരിക്കുന്ന ശരീരം ശുദ്ധിയാവാതെ നിസ്കാരം ശരിയാവൂല. അത് നിസ്കാരം ശരിയാവാനുള്ള 5 ഷർത്തിൽപ്പെട്ട പ്രഥമ ഷർത്താവുന്നു. സ്ഥലം പോലെ വസ്ത്രം പോലെ. ആ ശരീരം ശുദ്ധിയാവൽ എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അലാ അറിയണം, ഇന്ന ഫീ ജസദി ബിനി ആദം, ഒരു ആദം സന്തതിയുടെ ശരീരത്തിൽ, നമ്മളൊക്കെ ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളല്ലേ അല്ലേ? ഓരോ ആദമിന്റെ മക്കളിലുമുണ്ട്, ശരീരത്തിലുമുണ്ട് മുദ്ഗ, ഒരു മാംസകഷ്ണം. ഇദാ സ്വലഹത്, പച്ചയിട്ട് പറഞ്ഞേക്കണം, ഇദാ സ്വലഹത്, ആ മാംസകഷ്ണം ശുദ്ധമായാൽ സലഹൽ ജസദ് കുല്ലു, ശരീരം മുഴുവൻ ശുദ്ധമായി. വഇദാ ഫസദത്, ആ മാംസകഷ്ണം മലിനമായാൽ, അശുദ്ധമായാൽ, കേടുവന്നാൽ, സലഹൽ ജസദ് കുല്ലു, ശരീരം മുഴുവൻ. ഇത് മാത്രം കേട്ടപ്പോൾ ആളുകൾ വിചാരിച്ചൂലേ നാവൊരു മാംസകഷ്ണമാണ്, സാമാനൊരു മാംസകഷ്ണമാണ്, ഇതൊക്കെ മാംസകഷ്ണം തന്നെയാണ്, ഇനി അത് ശുദ്ധിയായാലോ? അല്ല. അപ്പൊ അല അങ്ങനെ വിചാരിച്ചു കൊണ്ടിട്ട് അല അറിയണം. വഹിയ, ഞാൻ ആ പറഞ്ഞ നന്നായ മുഴുക്ക നന്നായി, കേടുന്ന മുഴുക്ക കേടുന്ന ആ മാംസകഷ്ണം ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ മനസ്സാണ്, കൽബാണ്. പഠിപ്പിച്ചത് ഇനി എങ്ങനെ പഠിപ്പിച്ചത് അല്ലേ? നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടക്കാൻ പോകും, ഫാന് നിശ്ചലമായി, ട്യൂബ്ലൈറ്റ് പിന്നെ വർക്ക് ചെയ്യാതായി അല്ലേ? നിങ്ങൾ പ്രോഗ്രാം ഉദ്ദേശിച്ചു, വലിയ പ്രോഗ്രാമുകളൊക്കെ ഉദ്ദേശിച്ചു, മൈക്ക് ശ്രദ്ധിക്കാതായി. അപ്പോൾ ആളുകളൊക്കെ പാടെ ചെന്നിട്ട് ചിലവർ സ്റ്റാർട്ടർ തിരിക്കുന്നുണ്ട് ട്യൂബിൻ്റെ, ചിലർ ആംപ്ലിഫയർ പിടിച്ചു നോക്കുന്നുണ്ട് അല്ലേ? ചിലർ പിന്നെ ഫാനിൻ്റെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, ഒരു പിടുത്തം കിട്ടില്ല. എന്തേലും പ്രശ്നം? എന്താ പ്രശ്നം? അല്ല, പ്രോഗ്രാം ജനറേറ്ററിലെ എണ്ണ കഴിഞ്ഞതാണ്, ജനറേറ്ററിലെ എണ്ണ കഴിഞ്ഞതാണ്. ആ എണ്ണ വാർന്ന് ജനറേറ്റർ സ്റ്റാർട്ടായി മൊത്തം വർക്ക് ചെയ്തു. പ്രശ്നം നമുക്ക് അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ റിസോഴ്സ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു,
നിങ്ങൾ കണ്ണുങ്ങിട്ട് ശരിക്ക് വെള്ളം കൊഴിച്ച് ശുദ്ധിയാക്കിയാൽ ശരീരം മൊത്തം ശുദ്ധിയായി എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ മുഖം ശരിക്ക് കഴുകിയാൽ ഇല്ല, കൈ ശരിക്ക് കഴുകിയാൽ ഇല്ല, കാല് ശരിക്ക് കഴുകിയാൽ ഇല്ല, കാൽ മുട്ടോടുകൂടെ കഴുകിയാൽ ഇല്ല, ഒന്നും ശുദ്ധിയാവില്ല. പക്ഷെ കൽപ്പ് മാത്രം കഴുകിയാലോ മുഖം ശുദ്ധിയാവും, കണ്ണും ശുദ്ധിയാവും, കാലും ശുദ്ധിയാവും, കയ്യും ശുദ്ധിയാവും, ഒക്കെ ശുദ്ധിയാവും. ശരീരം മൊത്തം ശുദ്ധിയാവും. പിന്നെ നമുക്ക് റൂഹിലേക്ക് പോകാണ്ട് ശരീരം മുഴുക്ക ശുദ്ധിയായി, ഇത് മുഴുവൻ ശുദ്ധിയാവും അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ എന്ത് ഭാഗം പഠിക്കേണ്ടത്? മനസ്സ് ശുദ്ധിയാക്കാനുള്ള സംവിധാനം പരിശുദ്ധ ദീനിൽ എന്തുണ്ട്? ഒന്നുമില്ല. നിങ്ങളുടെ നിസ്കാരം, ഈ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്, നിങ്ങളുടെ നിസ്കാരം ശരിയാവണമെങ്കിൽ നിങ്ങളുടെ നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും ശരീരം ശുദ്ധിയാവണം. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടോ? തുടച്ചും കഴുകിയും അലക്കിയും വൃത്തിയാക്കി അല്ലേ, നല്ല വെള്ള കളറായ പൂജാരമൊക്കെ ഒക്കെ സ്ഥിരമായിട്ട് സെറ്റപ്പ് ആക്കിയാൽ വസ്ത്രം ശുദ്ധിയാവും, സ്ഥലം നല്ല മപ്പൊക്കെട്ട് ക്ലീൻ ചെയ്യാവും, ശുദ്ധിയാവും. ശരീരം ശുദ്ധിയാവണമെങ്കിൽ മനസ്സ് ശുദ്ധിയാവണം. ഈ മനസ്സ് ശുദ്ധിയാക്കാൻ പരിശുദ്ധ ദീനിലെ സംവിധാനം എന്ത്? മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ കയറ്റി ചീറ്റി മുഖം കഴുകി മുട്ടോടുകൂടെ കയ്യും കഴുകി തല തടവി ചെവി തടവി കാല് കഴുകിയാൽ ശുദ്ധിയാവുമോ? റസൂലുള്ളാഹി പറയുന്നില്ല, അല്ലാഹ് പറയുന്നു ഇല്ല. പ്രതിഫലം നൽകേണ്ട അല്ലാഹു റസൂലല്ലേ. അപ്പൊ എങ്ങനെ ശുദ്ധിയാവാം? അതുകൊണ്ട് ഒതുർക്കണ്ട നല്ല വരുന്ന കേട്ടോ, ഇത് കൈക്ക് ഒതുർക്കരുത്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത് ഇത് കൈ ഇങ്ങനെ കഴുകുമ്പോൾ ഇത് കൽബിന്റെ രൂപമാണ്, കൽബ് ശുദ്ധിയാക്കുന്നത് നിയത്ത് വെക്കണമെന്ന് ഇമാം ഗസാലി തങ്ങൾക്ക് പഠിപ്പിക്കാൻ കാരണം. അപ്പൊ എന്താണ് മനസ്സ് കഴുകാനുള്ള മാർഗം? എന്താണ് മാർഗം? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു, ലികുല്ലി ഷൈഇൻ സഖാലത്തുൻ വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാര്യവിഷയത്തിനാണ്. എല്ലാ വസ്തുക്കൾക്കും അതിന്റെ കറകളും തുരുമ്പുകളും ഒക്കെ അഴുക്കുകൾ നീക്കാൻ ഓരോ സംവിധാനം അള്ളാഹ് വെച്ചിട്ടുണ്ട്. നമ്മൾ തുണിയിലൊക്കെ കരായ നമ്മൾ എന്താണ് നീക്കല്? ക്ലോറക്സ് ഒക്കെ ഉപയോഗിക്കല് അല്ലേ? ഇരുമ്പിന്റെ തുരുമ്പ് ഉപയോഗിക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ കറ നീക്കാനുള്ള വസ്തു അള്ളാഹുവിന്റെ ദിക്റാണ്. മനസ്സിലായോ? അപ്പോൾ മഹാന്മാരൊക്കെ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ ഇമാം ഗസാലി തങ്ങളൊക്കെ കൽബിന്റെ ഒരുപാട് രോഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അസൂയ, കിബിർ, ഷിർക്ക്, കുഫർ, പോര്, ലോകമാന്യം, റിയാദ്, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിനുള്ള മരുന്നാണ്, അത് കഴുകാനുള്ള മരുന്നാണ് എന്താണ്? ദിക്ർ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഖാലിദിന് ഇപ്പൊ എന്തുണ്ടായി? ഒരു ഛർദി വന്നു. ഖാലിദ് എന്താ ചെയ്യാം? മെഡിക്കൽ ഷോപ്പിൽ പോവോ ഡോക്ടറെ അടുത്ത് പോവോ? എന്താ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഛർദിക്ക് ഗുളിക വാങ്ങിപ്പോ? എന്താ കാരണം? നിങ്ങൾ വാങ്ങുന്ന, ഇപ്പൊ നിങ്ങൾ ഡൽഹിയിലൊക്കെ ചെന്നാൽ തരുന്നല്ല മരുന്ന് പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ. നിങ്ങൾ ഗുളിക വാങ്ങിയ ആ ഗുളികയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും ആസ് ഡയറക്റ്റഡ് ബൈ ദി ഫിസിഷ്യൻ. ഈ മരുന്ന് ഒരു ഡോക്ടറുടെ, ഒരു വൈദികന്റെ, ഒരു വിശ്വകരന്റെ നിർദ്ദേശപ്രകാരമേ സേവിക്കാവൂ. ഇതേപോലെ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മരുന്നാണ് അള്ളാഹുവിന്റെ ദിക്ർ. ആ ഹൃദയത്തിന്റെ മരുന്നുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം നിർണയിച്ച് നിർദ്ദേശിച്ച് നൽകുന്ന ഡോക്ടർമാരാണ് 1,25,000 പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവസാനിച്ചു. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു, ദിക്ർ എന്ന മരുന്ന് നൽകുന്ന ദിക്റിന്റെ അധികാരികൾ അഹ്ലുദ് ദിക്ർ ഫസ്അലു. നിങ്ങളുടെ കൽബിന്റെ റൂഹിന്റെ ഒക്കെ പ്രശ്നമുണ്ടോ? അള്ളാഹ് അറിയാത്ത പ്രശ്നമുണ്ടോ? നിങ്ങളെ വിഷയമൊക്കെ തീർക്കാൻ നിങ്ങൾ ആത്മീയപരമായ പരസ്യം കൊടുക്കൂലേ? ആത്മീയപരമായ മാനസികമായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അഹ്ലുദ് ദിക്റിനെ ബന്ധപ്പെടുക. ഖുർആൻ ഫസ്അലു അഹ്ലുദ് ദിക്ർ. നിങ്ങൾ അഹ്ലുദ് ദിക്റിനെ സമീപിക്കുക. എന്തുകൊണ്ടില്ലാത്ത നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അഹ്ലുദ് ദിക്റാണ് ഖുർആൻ പ്രയോഗിച്ചു. അഹ്ലുദ് ദിക്ർ അവരെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചു. അൽ ഖബീർ, ഖബീർ എന്ന് പ്രയോഗിച്ചു. വലിയ മുർഷിദ എന്ന് പ്രയോഗിച്ചു. വസീല എന്ന് പല പദങ്ങളും ഖുർആനിൽ പ്രയോഗിച്ചു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര പൂർത്തിയായ 1,25,000 നബിമാരുടെ പണിയതായിരുന്നു. അവരൊക്കെ ഈ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യന്റെ ആത്മാക്കൾ അതത് സമുദായത്തിലെ പ്രവാചകന്മാർ ശുശ്രൂഷിച്ചു, ചികിത്സിച്ചു.
ഈ മരുന്ന് കൊണ്ട്, ദിക്റാകുന്ന മരുന്ന് കൊണ്ട്. ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായ മരുന്നാണ് എല്ലാ രോഗങ്ങൾക്കും പറ്റുന്ന ഒറ്റമൂലിയായ അഫ്ദലു ദിക്റായ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെങ്കിൽ അതൊന്ന് കലിമ കൊണ്ട് അവർ ശുശ്രൂഷിച്ചു. നിസ്കരിച്ച ഇമാം പറയില്ല അഫ്ദലു ദിക്ർ എന്ന് പറയും, നമ്മളെന്താ ജില്ല അതുകൊണ്ട് അവർ ശുശ്രൂഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എന്താ വിശ്വാസം തങ്ങൾ യാത്ര ചെയ്ത് എത്ര വർഷമായി? ഏതാനും 10-14 നൂറ്റാണ്ട് കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മളെ ഓരോരുത്തർക്ക് ഇനി മരുന്ന് എവിടുന്ന കിട്ടുക? നമ്മൾ ഏത് ഡോക്ടറേറ്റാ പോവാ? നിങ്ങളുടെ മനസ്സിന്റെ അഴുക്ക് കഴുകാൻ നിങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ നിങ്ങൾക്ക് പോകാൻ പറ്റിയ വലിയ ഡോക്ടർമാരുടെ മുമ്പിലുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ചെറിയ കേടല്ലേ. ആകെ കൂടി നമ്മളെ പാക്കറ്റിൽ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള നമ്മളെ ലഗേജ് വേഗയിലുള്ള നമ്മളെ 5 നിസ്കാരത്തിന്റെ കഥ പൊളിയാൻ പോവാണ്. പിന്നെന്താ കൊണ്ടുപോകുക? ചെറിയ വിഷയമല്ലല്ലോ. നമ്മളിതൊക്കെ പാടെ കൊണ്ടുപോയിട്ട് നഗരത്തിക്കിടാൻ പോകണം കൊണ്ടുപോകണം. ആദ്യം ഇവിടെ വെച്ച് പോയിക്കൂടെ? നമ്മൾ നാട്ടിൽ നിന്ന് പിന്നെ ആവശ്യമില്ലാത്ത കല്ലും മണ്ണൊക്കെ ഇങ്ങോട്ട് വരുമോ? ലഗേജിൽ വരുമോ? കഞ്ചാവോട്ട് വരുമോ? അത് പിടിച്ച് ആകപ്പാടങ്ങൾ അകത്തിടില്ല. അതേമാതിരി വൈലെന്ന നരകത്തേക്ക് നമ്മളെ കൊണ്ടുപോയിടാൻ പറ്റിയ സാധനം കൂടി നമ്മൾ കൊണ്ടുവരണം. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡോക്ടർമാരെ കണ്ടെത്തണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുകയാണ്, സമയം വൈകിയിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ ഇങ്ങനെ സമയം കൂടിക്കഴിഞ്ഞ് ഇന്ത്യൻ മജ്‌ലിസിനെ വിളിച്ച് ഞങ്ങൾ ചിലപ്പോൾ എല്ലാവരും ഇതേപോലെ വരില്ല. അത് കുറച്ച് വൈകുക്കരയാണ്. അത് നിങ്ങൾ പറയില്ല, നിങ്ങൾ കൂടുതൽ പിശാചുകളെ കൊണ്ട് തോന്നിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഐ ആം സോറി, ഞാൻ കുറച്ച് സമയം അധികം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ പറയുന്നത്. ഒരു വിഷയം തുടങ്ങി അത് പൂർത്തീകരിക്കണമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ പകുതി അരമിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാവില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കിയതാവില്ല, നിങ്ങൾ വേറെ ആളോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു വിഷയമാണ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ചോദ്യം തരണ്ട. നിങ്ങളിത് കേട്ട് ഇതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, തങ്ങൾ പാപ്പി നിങ്ങളെ സ്നേഹിച്ചു. പിന്നെ നമ്മളെ ഷേഖവറുകളുടെ മോനാണ് ഞങ്ങളൊക്കെ, ഞങ്ങളെല്ലാ കുട്ടികളും നിങ്ങളെ സ്നേഹിച്ചു അള്ളാഹിൻ്റെ മാർഗത്തിൽ. നിങ്ങൾ തിരിച്ചു ഞങ്ങളെ സ്നേഹിക്കുമെന്നൊരു ഉറപ്പ് തന്നാൽ മതി, വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ തയ്യാറായാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം എന്ത് വേണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ചികിത്സിക്കുന്ന ആളുകൾ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ഇസ്രായേലി സമൂഹത്തിൽ പ്രവാചകന്മാരായിരുന്നു. ഏതെങ്കിലും ഒരു നബി യാത്രയായ അടുത്ത നബി വരും. എനിക്ക് ശേഷം ഇനി ഒരു നബി വരൂല, ഞാനാണ് അവസാനത്തെ നബി. എൻ്റെ ശേഷം എൻ്റെ പ്രതിനിധികൾ അവർ ധാരാളം ഉണ്ടാകും. സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവരിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞവരെ കണ്ടിട്ട് നിങ്ങൾ ബൈഅത്ത് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അതേ ബുഖാരി തന്നെ പറഞ്ഞു, ഒമൻ മാത്ത വലൈസ ഫീ ഉൽഖിഹി ബൈഅത ബീതത്തിൻ ജാഹിലിയ. ഒരു പിന്നെ ബൈഅത്ത് ഉടമ്പടിയുമായി ബന്ധപ്പെടാതെ, പിരടിയിൽ ഉടമ്പടിയുമായി ബന്ധപ്പെടാതെ ഒരാൾ ഈ ലോകത്ത് യാത്രയിൽ അവൻ ജാഹിലിയ മരണം, അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ വരുന്നു, ഹൃദയം ശുദ്ധിയാവാത്ത അവസ്ഥയിൽ വരും. കാരണം നിങ്ങൾ അള്ളാഹുലേക്ക് പോകുമ്പോൾ ശുദ്ധമായ സലീമായ ഹൃദയത്തോടുകൂടെ പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൽബ് കഴുകണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അംഗീകാരത്തോടുകൂടെ പരമ്പര ചെന്നെത്തുന്ന, നമ്മുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന, അധികാരവും അനുവാദവുമുള്ള അവിടുത്തെ ഒരു പ്രതിനിധിയെ കണ്ടുകൊണ്ട് അല്ലേ, നമ്മൾ മശായിഖന്മാർ എന്ന കൂട്ടത്തിൽ പറയാം, അജ്മീർ ഖാജ, മുഹീദ്ദീൻ ഷെയ്ഖ്, മമ്പറത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള മശായിഖന്മാരിൽപ്പെട്ട ഒരു പ്രതിനിധിയെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദിക്ർ സ്വീകരിക്കണം. ആ ദിക്ർ കൊണ്ട് നമ്മുടെ കൽബ് കഴുകണം. അങ്ങനെ ഡോക്ടർമാരെ കണ്ട് സ്വീകരിക്കണം. അങ്ങനത്തെ വിശ്വാസമാതങ്ങളിലേക്ക് പരമ്പര ചെന്നെത്തുന്ന, ചെറുപ്പം തൊട്ട് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ മശായിഖന്മാരെ കദമിൽ ജീവിച്ച, കരാറുകൾ മുൻകടന്ന് ഒരുപാട് കരാറുകൾ കിട്ടിയ ഒരു ഷെയ്ഖിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ഷെയ്ഖിൻ്റെ പേര് ബാവുസ്താദ്, എടയൂരാണ്. ബാവുസ്താദിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ. ഉസ്താദ് 8ാം വയസ്സ് മുതൽ മശായിഖന്മാരെ കഥകൾ ജീവിച്ചതാണ്. 89ഓളം മശായിഖന്മാരെ കഥകൾ ജീവിച്ചു. കരാറുകളൊക്കെ കിട്ടിയത്. നീയും നിന്റെ മക്കളും 2 ലോകത്തും സുൽത്താൻമാരുണ്ട് അല്ലേ? മുഹീദ്ദീന്മാരെ പാടില്ലേ നമ്മൾ? എന്താ മുഹീദ്ദീന്മാരിലുള്ളത്? എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവല്ലെന്നോവർ, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, നിന്റെ മുരീദുകൾ കൺകൂടാവട്ടത്തിൽ സ്വർഗത്തിൽ പോമെന്ന് അള്ളാഹു കൊടുത്തോവർ. എന്നിട്ട് പാപ്പ ചോദിക്കണം, പാപ്പ വരികയാണ്,
ആഖിറം തന്നെ കൊതിയുള്ള ലോകരെ, നമ്മളോട് പറയാം, ആഖിറം തന്നെ കൊതിയുള്ള ലോകരെ അവരുടെ മുരീദായി കൊണ്ടുവരപ്പെടുക. ഇത്തിരി ഫോരിഷ ഉള്ള ഒരു ഷേഖിനെ വിട്ടേച്ച് എങ്ങോട്ട് പോകുന്നു ലോകരെ? അപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാണ്, ആ പരമ്പരയിൽ ആ കണ്ണിയിൽ പെട്ട ഒരു ഷേഖിൻ്റെ മുരീദന്മാർ, ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ അനുഭവങ്ങൾ ഒരു 2 മാസത്തിൻ്റെ ഇടയിൽ അവിടുത്തെ ശിഷ്യന്മാർ, ലോകത്തു നിന്ന് യാത്രയായവരൊക്കെ പരിശുദ്ധമായ കലിമ ചൊല്ലി അറിയിപ്പ് കിട്ടി സന്തോഷത്തിൽ യാത്രയായവരാണ്. ഇപ്പോൾ ഈയിടെ 4 ദിവസം മുമ്പ് യാത്രയായി നമ്മളോട് പറയപ്പെട്ടതാണ്, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരു നജസ്സുകളോ അഴുക്കുകളോ അവർ കാണില്ല, ഇവരും കിട്ടിപ്പോകും. എന്തുകൊണ്ടാണ് അത് പറ്റുന്നത്? നമ്മൾ ഈ പറയപ്പെട്ട മനസ്സ് നന്നാക്കാലം മരുന്നവർക്ക് നൽകി അവരുടെ ഹൃദയം സദാ അള്ളാഹുവിൻ്റെ ദിക്റിലും കെലിമയിലുമായി കൊണ്ടിരിക്കും. അപ്പം മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ സന്തോഷത്തിൽ മരിച്ചു എന്ന് വിധി എഴുതാൻ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളെപ്പോഴാണ് പറയാം നല്ല റാഹത്തുള്ള മരണമാണ്? കെലിമ ചൊല്ലേണ്ട രീതിയിൽ ഒരാൾ ചൊല്ലിപ്പോയാൽ വിജയിച്ചു. ഒരാൾ നിസ്കരിച്ചപ്പോൾ മരിച്ചു എന്നതുകൊണ്ട് വിജയിച്ചു എവിടെയും കാണില്ല. നോമ്പെടുത്ത് മരിച്ചാൽ വിജയിച്ചു എവിടെയും കാണില്ല. വിജയിച്ചൂല എന്നല്ല പറയുന്നത്, ഹദീസിൽ കാണില്ല. പക്ഷേ ഒരാൾ അവസാന വാക്ക് പരിശുദ്ധമായ കെലിമയായാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അങ്ങനെ തന്നെ പോയി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അടക്കം, ഞാനിതൊക്കെ അനുഭവം പറയാൻ വേണ്ടിയിട്ട് പറയണം, എൻ്റെ അമ്മാനെ അത് പറയാൻ പറയില്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്, വെറുതെ നിങ്ങളോട് പറയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത്, അർദ്ധരാത്രി പിന്നിട്ട് സമയത്ത് ഹബീബുള്ളാഹിനെ സാക്ഷ്യം നിർത്തി ഈ മൗലിദ് റസൂലിൻ്റെ സദസ്സിൽ വെച്ച് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കും 2 ലോകത്തും രക്ഷപ്പെടാൻ, നിങ്ങളുടെ തടിയിൽ നിന്ന് റൂഹ് പിരിയുമ്പോൾ വെറും കൈയോടെ പോവാതെ ഈമാൻ കിട്ടി പോവാൻ ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ്റെ സക്രാത്തുൽ മൗത്തിൽ ഒരു രംഗമുണ്ട്. മരണവേദന ഉണ്ടാകും, മരണദാഹം ഉണ്ടാവും, അല്ലേ? ദാഹമൗത്തൊക്കെ കൂട്ടിട്ടെന്ന് പറയില്ലേ? ആ രംഗത്തെക്കുറിച്ച് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അടുത്ത മണിക്കൂർ തന്നെ ആവാം. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് പിന്തിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഈ താക്കീത് ഞങ്ങളുടെ സന്ദേശം ദൗത്യം ഞങ്ങളിവിടെ നിർവഹിക്കുകയാണ്. മരണത്തിൻ്റെ ഒരു വേദന ഒരു മനുഷ്യന് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് പറയണം. ഒരു തടിയിൽ നിന്ന് റൂഹ് പിരിയുമ്പോൾ അവൻ്റെ സക്രാത്തുൽ മൗത്തിൻ്റെ വേദന, ഇന്നലിൽ മൗത്തിലെ സക്രാത്ത്, വല്ലാത്ത വേദനയാണ്. കടലിലെ വെള്ളം കുടിച്ചാൽ തീരാത്ത ദാഹമാണ്. ആ സമയത്താണ് ഭൂലോകത്തെ പെരുങ്കള്ളൻ എന്ന് പറയുന്ന 5,25,230 കൊല്ലം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് മനുഷ്യനെ പഴപ്പിക്കാതെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് മനുഷ്യൻ്റെ രോമക്കുത്തുകൾ കൂടി ഒരു കയറാനും രക്തോണോർത്തുകൂടി ഓടാനും തരിമൂക്കിൽ അന്തി ബെഡ്റൂമാക്കാനും മനുഷ്യൻ്റെ ഹൃദയം സിറ്റൗട്ടാക്കാനും അള്ളാഹു അധികാരം കൊടുത്ത ഇബ്ലീസ്. ഓൻ കക്ക ഈമാന, ഒരു സ്വർണ്ണവും വെള്ളിയൊന്നും വേണ്ട, ഓ ഈമാന കക്ക. ആ കക്കുന്ന സമയം ഏതാണെന്ന് വിശ്വാസങ്ങൾ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമയം മനുഷ്യൻ്റെ റൂഹ് പിരിയുന്ന സമയമാണ്. എങ്ങനെയാണോ കക്കാന്നും പറഞ്ഞു, അവൻ്റെ തുടയിലാണ് വന്നിരിക്കുക, വലത് തുടയിൽ ഉമ്മാൻ്റെ കോലത്തിൽ വന്നിരിക്കും. അവരോട് എന്താണ് പറയാനും പറഞ്ഞു, മുത്ത് യഹൂദിയ, മോനെ നീ ജൂതനായിട്ട് മരിച്ചു, അനക്ക് മരണ ഈ ദാഹ സമയത്ത് കുടിക്കാതെ വെള്ളം ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പമാരോട് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള മക്കളാണെങ്കിൽ ഈ ശൈത്താൻ നേരെ ഇടത് തുടയിൽ ഉപ്പാന്റെ രൂപത്തിലിരിക്കും. മുത്ത് നസറാനിയ, ക്രിസ്ത്യാനായിട്ട് മരിച്ച മോനെ നിനക്ക് കുടിക്കാതെ വെള്ളപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഈ മരണദാഹത്തിൻ്റെ മരണവേദനയുടെ സമയത്ത് എന്നെ പറ്റിക്കൂല എന്ന് പ്രതീക്ഷയും ആളുകൾ ഈമാൻ അപകടത്തിലായി അന്ത്യം മോശമായി ഈ ലോകത്തുനിന്ന് യാത്രയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അവിടെ ഖുർആൻ സൂറത്ത് യാസീന്റെ വെളിച്ചത്തിൽ വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, കാരണം ഖുർആൻ ആദ്യം പറയും അലംബഹുലേക്കും യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ ഞാൻ ആദ്യം നിങ്ങളോട് പരാർ പറഞ്ഞിട്ടില്ലേ, അല്ലാത്ത ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ അടിമകളാവാൻ നിൽക്കണ്ട, ഷെയ്ത്താൻ സേവ നടത്താൻ നിൽക്കണ്ട, ഷെയ്ത്താൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കണ്ട. ഇന്ന കൂലക്കും അതുകുൽ മുബീൻ, എപ്പോഴാണ് ഷെയ്ത്താൻ്റെ ആളാകുമ്പോൾ ഷെയ്ഹിലാത്തോണ്ട് ഷെയ്ത്താനാണ്. ഷെയ്ത്താൻ നിങ്ങളുടെ നമ്പർ 1 ശത്രുവാണെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഏതാണ് നേരായ വഴി? വലിയ ബദൂനി അദാസ്രാത്ത് മുസ്ലിം, ഇന്ത്യ ബൈബിൾ അദാസ്രാത്ത് മുസ്തഖീം. അപ്പോൾ അത് ഷെയ്ത്താൻ. അപ്പോൾ ജിബില്ലൻ കസീറ തഫ്സീറിലാണ്, ജിബില്ലൻ കസീറാണ് 190 പിശാചിന്റെ കരീബിളാണ് ചാൻസ്. അതിൻ്റെ വിശ്വാസം ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തു, ഒരു വര നേരെ വരച്ചു, ഇതാണ് എൻ്റെ വഴിയാണ്. അതിൻ്റെ ഹത്താൻ യമീനിഹി വശിമാലി ഹുത്തൂത്ത, ഇടതും വലതും കുറേ വര വരച്ചു, ഇതും കുറേ വഴികളാണെന്ന് പറഞ്ഞു. വരാ കുഞ്ഞിബാബിൻ്റെ ഷെയ്ത്താൻ ഇത് ആ അവിടെയൊക്കെ ഉള്ളത് പിന്നെ പല രൂപത്തിലും എനിക്ക് നടത്തുന്ന ചൈത്താന്മാരാണ്, അതിൻ്റെയൊക്കെ നായകന്മാർ. നേരായ വഴി അവിടെ ഞാൻ ഉണ്ടാവും, അതിൻ്റെ ഹദീസ്. അതുകൊണ്ടാണ് ചെയ്തില്ലാത്ത ചൈത്താനെന്ന് പറയാൻ കാരണം.
ഇത് ഔസുല്ല മൊയ്തീൻ ഷെയ്ഖ് തങ്ങളുടെ വാക്കും ഇഫായി ഷെയ്ഖ് തങ്ങളുടെ വാക്കും അബൂബക്കർ ഷിബിലി തങ്ങളുടെ വാക്കും ബായദുൽ മുസ്താഫി തങ്ങളുടെ വാക്കൊക്കെയാണ് ഈ പറയുന്നത്. നമ്മളെ വാക്കല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നബി മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്, ഔസുല്ലാഹുവിൻ്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പരമ്പര ചെന്നെത്തുന്ന ഒരു കാമിലായ ഷെയ്ഖിൽ നിന്ന് നിങ്ങൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് സ്വീകരിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഷെയ്ഖിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മരണവേദനയുടെ സമയത്ത്, മരണാസന്ന വേളയിൽ ആ കലിമ അത്യാവശ്യമായി വരുന്ന അത്യാസന്ന ഘട്ടത്തിൽ ആ കലിമ ഓർമ്മ വരിക എന്നുള്ളത് അതിവിദൂരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ആ സമയത്ത് മരണം നന്നാവാൻ, അന്ത്യം നന്നാവാൻ, ആഖിബത്ത് നന്നാവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയങ്ങളിൽ പെടാൻ, അവിടുത്തെ പ്രതിനിധിയാകുന്ന, അവിടത്തേക്ക് പരമ്പര ചെന്നെത്തുന്ന സമകാലികരായ ഒരു ഗുരുവിനെ കണ്ടെത്തി അള്ളാഹുത്തര ഗുരുവിനെ നമുക്ക് എത്തിച്ചു തരാം. നമ്മുടെ ഗുരുവിനെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. ആ കണ്ടെത്തി നിങ്ങൾക്ക് അവരിൽ നിന്ന് അനുവാദത്തോടെ സ്വീകരിച്ചാൽ നിങ്ങൾക്കത് കൊടുക്കുന്ന നേട്ടം നിങ്ങളുടെ മരണം. റസൂലുള്ളാഹി പറഞ്ഞാൽ മുരീദി തമസ്സഖ് വകുൻ ബി വാസിഖ സഅഹമീക ഫി ദുനിയ വയൗമൽ ഖിയാമത്തി. മുരീദ് എന്നെ മുറുകെ പിടിച്ചോ, ഞാൻ ഇവിടെയും അവിടെയും നിന്നെ രക്ഷപ്പെടുത്തും. നിന്റെ ഖബറിലും നിന്റെ മരണത്തിലും നിന്റെ ഹശ്റിലും നിന്റെ മീസാനിലും നിന്റെ സിറാത്തിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പരമ്പര അവിടുന്ന് പറഞ്ഞു, അന്ത്യനാൾ വരെ ആ വഴി ഇവിടെ ഉണ്ടാവും. എന്റെ കഴിവ് എന്റെ വഴിമാർഗം പിൻപറ്റണമെന്ന് ഉദ്ദേശിച്ചു അന്ത്യനാൾ വരെ വഴിപെടുണ്ടാവും നമ്മോട് കൽപ്പിച്ചതാണ്. ആ വഴി അന്ത്യനാൾ വരെ ഉണ്ടാവും. അതാണ് നമ്മൾ മുഹ്യദ്ദീൻ കോഴി അന്ത്യനാൾ വരെ പോയി എന്ന് പറയുന്നത്. അല്ല മുഹ്യദ്ദീൻ വരെ നീർച്ചെന്ന കോഴിയല്ലത്. ആ വഴിമാർഗം അന്ത്യനാൾ വരെ ഉണ്ടാവും. ആ പരമ്പരയിൽ വരുന്ന പരിശുദ്ധമായ വിദ്യാസംഘടന ഒരു പിന്നെ സരണിയിൽ പരമ്പരയിൽ വരുന്ന ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ. ഈ കരാറുകൾ നൽകപ്പെട്ട ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്. ആ ഗുരുവിനെ കണ്ടെത്താനും അതിലേക്ക് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ദൗത്യം പറഞ്ഞു അങ്ങനെ പോയാൽ നിങ്ങൾ എവിടെ ലോകത്തിന്റെ എവിടെ ജീവിച്ചാലും എവിടുന്ന് യാത്രയാവാണെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ കെട്ടി പോവാം. അതാണ് അത്ര മഹാന്മാരുടെ കൂടി ബന്ധമുണ്ടായ പ്രത്യേകത. അതാണ് റിഫായിമാലിയും മൊയ്തീമാലിയൊക്കെ തന്നെ പാടിയാതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ പോയിന്റ് കൂടി മനെ നിർത്താം. രണ്ട് തരം മയ്യത്തിൻ്റെ ഹദീസ് പരിചയപ്പെടുത്തുന്ന മയ്യത്ത്. ഒന്ന് കദ്ദിമൂനി മയ്യത്തും ഒന്ന് യാ വൈലത്താ മയ്യത്തും. എന്താ കദ്ദിമൂനി മയ്യത്ത്? മരിച്ചു കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം, ഖബറിൽ ആൾ കാത്തിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ വരവേൽക്കാൻ മാലാക്കമാർ സഫായി നിൽക്കുന്നുണ്ട്, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി. അല്ലേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പോലെ, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പോലെ കദ്ദിമൂനി മയ്യത്ത്. ആ അങ്ങനെ പറയുന്ന ശബ്ദം തുമ്പെടുത്ത് ചാടുന്ന പശുക്കുട്ടികളും പൂരിക്കുട്ടികളും പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളും കേൾക്കും. മനുഷ്യനായ നമ്മൾ കേൾക്കാത്ത യാ വൈലത്താൻ മയ്യത്ത് നിന്നിട്ടാ കൊണ്ടുപോകണേ, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, എൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, എന്നിട്ട് കൊണ്ടുപോകരുതേ എന്ന് പറയുന്ന മയ്യത്ത്. ഇതിൽ ഏത് മയ്യത്താവണം നമ്മൾ റൂഹ് പിരിഞ്ഞാൽ നമ്മളെ മയ്യത്ത് ഇതിൽ ഏത് കൂട്ടത്തിൽ പെടണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതിനുള്ളൊരു അവസരം ആയിക്കോട്ടെ റബീന്റെ മൗലിദിന്റെ സദസ്സ്. അള്ളാഹു കാരുണ്യകരനായ റബ്ബ്, അർഹമുറാഹിമായ റബ്ബ് നമ്മൾ ചെയ്ത ചെറുതുപോലുമായ പാപങ്ങൾ പുറത്തേറ്റെ ഈ മജ്ലിസിന്റെ പുണ്യം കൊണ്ട് കാമലായ ഈമാൻ നമുക്ക് പ്രദാനം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പരമ്പര ചെന്നെത്തുന്ന ഒരു ഗുരുവിൽ നിന്ന് വഴി സ്വീകരിച്ച് ഈ തിരുവസന്തം നമ്മൾ വിരിയിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും നമ്മുടെ പാപങ്ങളുടെ കറകളും അള്ളാഹു നമുക്ക് നീക്കി നൽകുമാറാവട്ടെ. അനുഗ്രഹീതമായ സദസ്സിന്റെ എല്ലാ പുണ്യങ്ങളും നമ്മൾ സ്നേഹിച്ച സഹായിച്ച സകലരിലേക്കും അള്ളാഹു എത്തിവെക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ശൈഖവറുകൾക്ക് അവിടുത്തെ മശായിഖുമാർക്ക് അള്ളാഹു ഉന്നതമായ ദർജകൾ നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹങ്ങളും തിരുനോട്ടങ്ങളും ഹബീബാ റസൂലുള്ളാഹിയുടെ തിരു സാന്നിധ്യം കൊണ്ടും ഈ മജ്ലിസിനെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അമനാ വഇലൈക്കൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുകയാണെങ്കിൽ മൗലിദിന് ശേഷം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന വഴികളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് തയ്യാറെടുത്ത് നിങ്ങൾക്കതിന് ബോധ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു ചകിരി സോപ്പും എന്താണ് അതിന് ചെയ്യേണ്ടത് വെച്ചാലും അതിൻ്റെ പ്രാഥമിക ചില കാര്യങ്ങൾ നമ്മൾ അനുവാദമുള്ള ചില കാര്യങ്ങൾ ഉപദേശിച്ച് തരാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ തിരക്കിനിടയിൽ നിങ്ങൾക്ക് കൂടെ കൂട്ടാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൂടെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. 1-2 ഉപദേശം ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾക്ക് ആഗ്രഹത്തിലാണെങ്കിൽ വേണോ? എന്താ കബീർഭായി വേണോ? ഒരു ചകിരി സോപ്പ് വേണോ? അതിൽ ഒന്നാമത്തെ കാര്യം തഹജ്ജുദ് നിസ്കരിക്കാൻ തയ്യാറാവും. അതാണ് ഒന്നാമത് വേണ്ടത്. അതിന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരും, എപ്പോഴാണ് നമ്മൾ കിടക്കുന്നത്, എങ്ങനെ ഇപ്പോൾ നീക്കുക,
ഒക്കെ നടക്കും ഉസ്താദേ. അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. അള്ളാഹുക്ക് എളുപ്പമാക്കി തരും. മുറുതാൻ റസൂൽ കഴിയുമല്ലോ നിങ്ങൾ പണിയെടുത്തില്ല, അന്ന് എളുപ്പമാക്കി തരും. അപ്പോൾ ആദ്യം നമ്മൾ ചില തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മൾ റബ്ബിലേക്ക് തൗബ ചെയ്യും. നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ കളി. ഒരു ദിവസമല്ലേ, നിങ്ങളുടെ പേരെന്താ? അബ്ദുൽ നൂർ. എന്താ പേര്? ആ കയ്യൊന്നും ഇങ്ങനെ പിടിച്ചോ കളിങ്ങൾ. കയ്യൊന്നും ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചാൽ എല്ലാവരും കയ്യൊന്ന് പൊന്തിച്ചു പിടിച്ചാൽ വലത്തേ കൈ ഒന്നിങ്ങനെ ആലോചിച്ചോ കളി. ഇതോടെ എന്തൊക്കെ തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് ഒന്നിങ്ങനെ ആലോചിച്ചോ കളി. നമ്മൾ ഹൗസുല്ലാദുവിൻ്റെ കൈ ആലോചിച്ചോ. ആ കൈ ഇങ്ങനെ ഇട്ടുകൊടുത്തപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ നന്നായി. റസൂലുള്ളാഹിയുടെ കൈയൊന്ന് ആലോചിച്ചോ കളി. ആ കൈയൊന്ന് ഇങ്ങനെ കാട്ടിയപ്പോൾ പൊന്നത്തം ആ പൊന്നമ്പളി രണ്ടായി അല്ലേ. അതിങ്ങനെ വെച്ചപ്പോൾ മാനവേട ഇങ്ങനെ തലോടി ഇന്ന് സലാം പറഞ്ഞു. ഇങ്ങനെ വിളിച്ചപ്പോൾ ഈത്തപ്പന പിന്നെ ഭൂമി കീഴിൽ നടന്നിടുന്നു ഈത്തപ്പന. അങ്ങനെ വിളിച്ചപ്പോൾ അലിറുള്ളാൻ്റെ കഥായപ്പോൾ സൂര്യൻ മടങ്ങി വന്നു. കുറച്ച് തിരക്കെല്ലാം കയ്യിൽ വെച്ചപ്പോൾ തസ്ബീഹിൽ ഇങ്ങനെ തൂക്കിട്ടപ്പോൾ എൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം വന്നു. ഇബ്നു അബ്ബാസ് തങ്ങളെ പിടിക്കും കയ്യിൽ വെച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനുമായി അല്ലേ. ആ കൈ അന്ത്യനാൾ വരെ കോടിക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ഇയാത്ത് കൊടുക്കുക. ആ അഭിമുഖാന ഉമ്മത്തിൽ നമ്മൾ അന്ത ശംസുൻ അന്ത ബദറുൻ, നിങ്ങൾ സൂര്യനാണ്, നിങ്ങൾ എജ്ജോ എടോ. ഈ സൂര്യൻ്റെ ചന്ദ്രൻ്റെ എന്ത് പ്രകാശം എനിക്ക് കിട്ടിയത്? ഞാൻ സൂര്യനും ചന്ദ്രനൊക്കെ തന്നെയാണ് റസൂൽ ചോദിച്ചൂലേ. ഒന്ന് ആലോചിച്ചോക്കണ കൈ അല്ലേ. എന്തൊക്കെ തെറ്റി. ഇതേപോലെ നാവൊന്ന് ചിന്തിച്ച് നോക്കണം, കണ്ണൊന്ന് ചിന്തിച്ച് നോക്കണം, സാമാനത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം, വയറിനെ കുറിച്ച് നമ്മൾ പറയും 3 ചാണ് 3 ഇല്ലില്ലാത്ത സാധനം. റസൂലുള്ളാഹിന്റെ രസകരമായിട്ട് പറഞ്ഞു ആ 2 സാധനങ്ങളെ നല്ല കോലത്തിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഇന്നൊക്കെ സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പോൾ 3ാമത്തെ കൽപ്പ് ശരിയാവും. അതാണ് ശരീരത്തിൻ്റെ ഒരു മാംസകഷ്ണം തന്നെ. ഈ 2 മാംസകഷ്ണം ശരിയാവും. ഒന്ന് ചിന്തിച്ചു നോക്കാൻ. നമ്മൾ എന്താണ് നമുക്ക് പറയാൻ? നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചിന്തിച്ചു നോക്കുക. എന്താണ് നമുക്ക് ഇതായിട്ട് റബ്ബിൻ്റെ അതിർത്തി ചെല്ലുമ്പോൾ അവിടുന്ന് ഈ കൈ കണ്ടാൽ, ഹബീബുള്ള ഈ കൈ കണ്ടാൽ, നമ്മൾ സലാത്തിങ്ങനെ ഈ നാവ് കണ്ടാൽ, ഈ കണ്ട് ഹബീബുല്ലാൻ്റെ മുഖം കാണൽ മാത്രം എൻ്റെ ഇബാദത്ത് എന്ന് പറഞ്ഞ ആ സിദ്ദീഖുല്ലാഹിന്റെ മുന്നിലൊക്കെ നമ്മൾ ഈ കണ്ടിട്ട് ചെന്നാൽ ഈത്തപ്പനയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബ റസൂലുള്ളാഹിന്റെ ഈ ലോകത്തോട് യാത്രയായി നടന്നപ്പോൾ നെഞ്ചത്ത് ആ മുള്ള് കീറിക്കൊണ്ട് അടിയിലേക്ക് വന്നുകൊണ്ട് 2 ചൂണ്ടാണുകൾ എടുത്തുകൊണ്ട് ആ കണ്ണ് പറിച്ചെടുത്തു. ഖതാദ റളിയല്ലാഹു അൻഹു ഇനി കണ്ണുകൊണ്ട് ലോകത്തിന് കാര്യം കാണണ്ടെന്ന് പറഞ്ഞു. എന്താ അവർക്ക് നമ്മുടെ പേര് പറയാം, എന്താ പേര് പറയാം? ആ അകത്തിലേക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഈ തമ്മാടിത്തരവും സെക്സും കണ്ട് കണ്ണടിച്ചില്ല. അപ്പം നമ്മൾ വിശദീകരിക്കുന്നില്ല. നമ്മൾ എങ്ങനെ മൂടുന്നത് നമുക്കറിയില്ല അല്ലേ. ഇന്ന വെയ്ത്തൻ അന്ത സാക്കിനും എവിടെ സാക്കിനും ലൈസ മൊഹിത്താതെ നില സുരുതി വളക്ക് വേണ്ടാന്നൊക്കെ ശരി തന്നെയാണ്. അന്നാണ് റസൂൽ വെറുതെ വരും. സഹാബാക്കളൊക്കെ ആഗ്രഹിച്ച രംഗങ്ങളുണ്ട് അല്ലേ. നമ്മൾ എങ്ങനെ റസൂലുള്ളാഹി ആഗ്രഹിക്കണം? ഒരു സഹാബി റസൂലുള്ളാഹി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ റസൂലുള്ളാഹി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ കൽബിലേക്ക് റൂഹിലേക്ക് റസൂലുള്ളാഹിനെ ക്ഷണിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനാണ് ഒരു ഷെയ്ഖ് വേണമെന്ന് നമ്മൾ പറയുന്നത്. ഒരു സഹാബി ഉസ്താദിനെ പെരേക്ക് ക്ഷണിച്ചു. സഹാബാക്കളെ വീട്ടിലേക്കൊക്കെ പോകുന്നു. ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് കാർമേഘം. ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, ഈ കൊടയൊന്നും ആ കാലത്തില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ കാർമേഘന വന്നു. മഴ പെയ്താൽ വരവും മുടങ്ങും. അപ്പോൾ ആ സഹാബി വന്നു എന്താണ് അബ്രകറം മാന്യമായല്ലേ മേഘമേ അനുഗ്രഹീത കാർമേഘമേ. എത്ര ബഹുമാനിച്ച മേഘത്തോട് പറയുന്നത്. അവിടുന്ന് വരുന്നത് വരെ എഞ്ചൊന്ന് അവിടെ ഒതുങ്ങട്ടോ. അവിടുന്ന് വരുന്നത് വരെ അവിടെ നിന്ന് കുറച്ച് പിടിച്ചിട്ട് ഇപ്പം പെയ്യരുത്. പിന്നെ അടുത്ത വരി എന്താണ്? ജബുവോ ആജായേത്തോ റസൂലുള്ളാഹി പെരീക്ക് എത്തിയപ്പോഴേക്ക് പെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പോകാൻ പറ്റരുത്. അങ്ങനെ സഹാബി വിചാരിച്ചപ്പോൾ ഇങ്ങനെ കവിതയ്ക്ക് ഇക്ബാലി നമുക്ക് തന്നപ്പോൾ നമുക്കിങ്ങനെ പാടാൻ പറ്റിയപ്പോൾ ഇക്ബാലിനൊന്നും അമിതമായ അർത്ഥമുണ്ട്. ഞാനിപ്പോൾ നമ്മളങ്ങനെ ഇത് പാടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക
അത്ര ഉന്നതമായൊരു മാർഗ്ഗമാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാണ് എനിക്ക് കയ്യും കണ്ണൊക്കെ, ചെയ്ത തെറ്റുകുറ്റങ്ങൾ കണ്ണുനീര് വാർക്കുക ചെയ്യാം അല്ലേ? ഇപ്പം ഞാനിപ്പോൾ പിന്നെ കബീർ ബായിനോട് 100 ദിർഹം ചോദിച്ചു, ഒരു 100 ദിർഹം തരണം എന്നാണ്. കബീർ ബായി അല്ലേ, മനുഷ്യന്മാർക്ക് പൊതുവേ ഒരു ഇത് കൂടുതലായി കൊടുക്കാൻ അള്ളാഹു ഹൃദയം എല്ലാവർക്കും ഒരേപോലെ കൊടുക്കൂലല്ലോ, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. അപ്പോൾ കബീർ ബായി ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ ടൈറ്റാണെന്ന് പറയും. ഞാൻ വന്നിട്ട് കണ്ണിന്ന് വെള്ളം വെച്ചിട്ട് കബീർ ബായി ഇപ്പം നിങ്ങൾ തന്നതിൻ്റെ കാര്യം കഷ്ടത്തിലാട്ടോ നിങ്ങൾ കരഞ്ഞാലോ, നിങ്ങൾ തരൂലേ? അതാണ് കരഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ, കാരുണ്യക്കടതായ റബ്ബിൻ്റെ ഹദറത്തിൽ നമ്മളൊരു കണ്ണുനീര് വീണാൽ, അപ്പോൾ മനുഷ്യൻ്റെ പാപം കഴുകാൻ കണ്ണുനീര് പോലൊരു മണ്ണല്ല. അപ്പോൾ കരയണം. അങ്ങനെ കരഞ്ഞാൽ സൂര്യൻ ഒരു ചാണ് മേലെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു 7 വിഭാഗത്തിൻ്റെ അർശിൻ്റെ തമ്മിൽ കൊടുക്കുമ്പോൾ അള്ളാഹുവിനോർത്ത് ഒറ്റയ്ക്കിരുന്ന് കണ്ണ് നിറഞ്ഞ ഒരു വിഭാഗത്തിന് കിട്ടും. അത് നമുക്ക് കിട്ടും. അത് പോരെ ഇന്നത്തെ മജ്‌ലിസ് മുതലായി അല്ലേ? അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ നല്ല തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബിന് മുന്നിൽ പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യും. അള്ളാഹു നമ്മൾ പാവങ്ങളൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് സുബൈ ബാങ്ക് കൊടുത്താൽ സുബൈൻ്റെ സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കരിച്ച ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനോ ആവാം. ദുനിയാവ് അതിൽ മുഴുവൻ കിട്ടുന്ന പറഞ്ഞു. ഫർദ് നിസ്കരിച്ചിട്ട് 3 യാസീനോ അത് എല്ലാവർക്കും അറിയോ? നിങ്ങൾക്ക് യാസീനോ അറിയാം? അറിയാലേ? സദസ്സിൽ അറിയില്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോക്കി നോക്കിയാലും മതി. അറിയാത്തവരില്ലല്ലോ, അറിയാം. അപ്പോൾ 3 യാസീനുണ്ട്. അത് ഖുർആൻ്റെ ഹൃദയം. നമ്മൾ പറഞ്ഞു നമ്മളെ ഹൃദയം മനസ്സുണ്ടാക്കാൻ. അപ്പോൾ ഖുർആൻ്റെ മനസ്സെടുത്തിട്ട് നമ്മൾ മനസ്സിലത് ഉണ്ടാക്കാം. അത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളെയും മുഹീദീസങ്ങളെയും പേരിലേക്ക് അറിയാൻ ചെയ്യാം. മഗ്രിബ് നിസ്കരിച്ചിട്ട് 3 യാസീനുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യണം, അള്ളയും മലക്കുകളും ചെയ്ത് നമ്മളോട് ചെയ്യാൻ വന്ന കാര്യമാണ്, നിങ്ങൾ എന്ത് സ്വീകരിക്കണമെങ്കിലും അബ്ദുൽ സ്വലാത്തോ ആ സലാത്ത് ചെയ്യില്ല കേട്ടോ. ഒരു ദിവസം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു സാധാരണ മുസ്ലിം ഒരു ദിവസം മിനിമം എത്ര സലാത്ത് ചെല്ലണം ഉസ്താദേ അല്ലേ? പണ്ഡിത ചർച്ചയുണ്ട്. 300-ൽ കുറയരുതെന്ന് ചർച്ച. അവസാനം അതിൻ്റെ സമാപ്തം 300-ൽ കുറയരുത് സാധാരണ മുസ്ലിം. മുത്തഖീകളും മുഅ്മിനീങ്ങളും ഔലിയാക്കളൊക്കെ വേറെ കേട്ടോ. അപ്പോൾ നമ്മൾ 313-ൽ കുറയാത്ത സ്വലാത്ത് ചെല്ലുക. ഞാൻ ഒരു സ്വലാത്ത് എനിക്ക് പഠിപ്പിച്ചു തരാം. നിമിഷം അമ്മായിൻ്റെ കുട്ടി അനസ് റളിയല്ലാഹു അൻഹു കൂടെ 10 കൊല്ലം ഖിദ്മത്ത് ചെയ്തപ്പോൾ സമ്മാനം കിട്ടിയ സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും എൻ്റെ പേര് നിങ്ങൾ സ്വലാത്തിൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ സയ്യിദിനെ കൂട്ടാതെ നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് അതിൻ്റെ രാത്തബ. മഹാനായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒമിൻ ശുറൂത്തി സ്വലാത്തി ദിക്റു സിയാദ. സയ്യിദിന എന്ന് പറയൽ അതിൻ്റെ ഒരു ഷർത്ത. നമ്മുടെ നാട്ടിലെ പാണക്കാട് തങ്ങന്മാരുടെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ ഖലീൽ ബുഖാരി തങ്ങന്മാരുടെ പേര് പറയുമ്പോൾ, ഓരോ സംഘടനക്കാർ ഓരോ തങ്ങന്മാരുടെ പേര് പറയുമ്പോൾ അവിടെ നമ്മൾ സയ്യിദ് കൂട്ടും. ഓലൊക്കെ വലിയപ്പോൾ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ ഒരു സലതാനുമാണ്. ഇത് എന്ത് കാര്യം? എങ്ങനെ പറയാൻ കഴിയുന്ന ആ പേര് അങ്ങനെ? അപ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലം ട്ടോ എഴുതി തന്നെ. ഈ സലാത്ത് നിങ്ങൾ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ എന്ത് എപ്പോഴും നേരെ പോലത്തെ ഉറങ്ങണീൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഹബീബുള്ളാഹിന്റെ റൗള ഷരീഫ് കണ്ടെങ്കിൽ ആ പച്ച കുബ്ബ കണ്ട് അവിടുത്തെ കാരുണ്യവും സഹാബിന്റെ സാന്നിധ്യം കിട്ടണമെന്ന് ഉമ്മത്തിയാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 313 കുറയാത്ത വട്ടം ചെല്ലാം. റെഡിയാണോ? അത് മതി. അത് നിങ്ങൾ ചെല്ലാൻ റെഡിയാണോ? ഇതൊക്കെ ഈമാൻ കിട്ടാനാണ്, നിങ്ങളെ കൽബ് നന്നാവാൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. അതൊരു 10 വട്ടം ചെല്ലിയ പടി. പിന്നെ നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും ചൊല്ലാം കേട്ടോ. അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഇതൊരു മുതൽ കൂട്ടാണ് നിങ്ങൾക്ക്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് വഴിമാർഗങ്ങളും കാര്യങ്ങളോ വൈഅത്തും ദുരീക്കത്തും ദിക്റൊന്നും അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നൊന്ന് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തയ്യാറാകും. നമ്മൾ യാത്ര ചെയ്യാൻ കുളിക്കൂലേ, ആ കുളിക്കുമ്പോൾ ഉപയോഗിക്കാൻ ഒരു ചകിരി സോപ്പാണ്.
ഒന്ന് വരച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റഷീദിനോടൊക്കെ വിവരം പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. ഇൻഷാ അല്ലാഹ്. നമുക്ക് മുരുതില്ലല്ലേ, കുറഞ്ഞ സമയം. എല്ലാവർക്കും بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم ربي وسعدي بسم الله الرحمن الرحيم سبحان الذي أطلع في شهر ربيع الأول يكون نبي ودعوة النور وخلق العالم صلى الله سيدنا محمد صلى الله عليه وسلم في آخر الزمان كما قدره بدار الرسول خلق الزمان التي لم يلبسها أحدا ويجد صلى الله عليه وسلم بدين أخلق القمر مفرقدا ألا هو الذي توسل به سيدنا آدم عليه السلام وتقص قومه والمستفاد به سيدنا نوح عليه السلام فنجا من الردى وكان في سلب سيدنا إبراهيم عليه السلام في النار بعد وصار نحوه محمدا قرأت أمه سيدنا من رضي الله عنه في ملائكة السماء مددا ودخل عليه الأنبياء هم يقول لنا إذا وضعت شمس الفلاح مهدا وسمي به سيدنا اللهم صل وسلم عليه. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال من يد الله عز وجل أولي يخلق سيدنا آدم عليه السلام في ألفي عام يسبح الله ذلك النور تسبح الملائكة بتسبيح. فلما خلق الله تعالى سيدنا آدم عليه السلام قال ذلك النور في جنتي فأخبرتني الله في سبح سيدنا آدم عليه السلام وجعلني في سبح سيدنا نوح عليه السلام وجعلني في سبح سيدنا إبراهيم عليه السلام وسبح في النار. ولم يزل ينقلني ربي من الأسلام الكريم الفاخرة إلى الحمد الزكي الطاهرة حتى أخرجني الله من بين أبويه ويلتقي على سكران قد صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا غير عسر وعدل لك أشكو فيه يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا واغلنا إن ضاع يا سيدي خير النبي. لا إله إلا الله لا إله إلا الله
لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. بسم الله الرحمن الرحيم. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن سيدتنا آمنة رضي الله عنها أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه الصلاة والسلام ففتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض على إن النور المكنون من سيد البشر صلى الله عليه وسلم في بطن سيدتنا آمنة رضي الله عنها قد استقر ولما انتقل نور نبينا سيدنا محمد صلى الله عليه وسلم من عبد الله إلى بطن سيدتنا آمنة رضي الله عنهما اهتز الأرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا فأصبحت سيدتنا آمنة رضي الله عنها تلك الليلة والأنوار تلوح في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنين المنى وقيل لها في رمضان ولقد حملت في المدهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل سيدنا إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا وأتاها في ذي الحجة موسى الكليم عليه الصلاة والسلام وعالمها برتبة سيدنا محمد صلى الله عليه وسلم وجاهه الأسنى وناداها في محرم سيدنا جبريل عليه السلام لأن وقت ولادتها قد دنا واصطفت الملائكة منزلها في سفر فعلمت أن موعد السرور قد قرب ودنا فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة وحان بروز شمس السعادة تلألأ الحق نورا أضاء ونشرت له في الكون أعلام الرضا وإذا بطائر النبي قد سقط من الهوى فمر بجناحه على بطن آمنة رضي الله عنها مسرعا فضربها المخاض ليلة الاثنين 12 من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. الله 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 لا إله إلا الله سماه الحياء يا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي آياته والمعجزات كثيرة شهدت بصحتها عقول الحساد. الله 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 لا إله إلا الله سماه الحياء
والبدر شق بأمره والشمس إذ غربت له ردت بغير تردد والوحش والأشجار فسجدت له وعليه قد سلمنا بعد تشهد ومن اليسير سقى وأطعم جيشه حتى اختفوا ويسيروا لو لم ينفد الله 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 لا إله إلا الله سماه العيان وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي الله 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 لا إله إلا الله سماه الحيان قد حل بما قد علمت من الآلاء والظلم والضعف الشديد فأسعدي ما لي سوى حبي لديك وسيلة فمن علي بفضل جودك أسعدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يرتدي الله 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 لا إله إلا الله سماه الحيان فعليك منا كل وقت دائما أزكى الصلاة مع السلام السرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي الله 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 لا إله إلا الله سماه الحيان صلاة وتسليم وأزكى تحيتي على المصطفى المهدوم عليه وسلموا ഹിമായക്കാരുടെ അള്ളാഹുവിന്റെ സൂര്യ അള്ളാഹുവിനെ കബൂലാക്കണം റഹ്മാനെ മദ്രസിനെ കബൂലാക്കണം റഹ്മാനെ അള്ളാഹുവിനെ നിങ്ങൾ ചൊല്ലിയ മദ്രസിനെ കബൂലാക്കണം റഹ്മാനെ നിങ്ങൾ സംസാരിച്ച അറിവുകളെ കബൂലാക്കണം റഹ്മാനെ അള്ളാഹുവിനെ നിങ്ങൾ സംസാരിച്ചതിലൂടെ ഞങ്ങൾ ചൊല്ലിയതിലൂടെ എന്തെങ്കിലും അതവുകളിൽ നിന്ന് കൊടുക്കണം റഹ്മാനെ അള്ളാഹുവിനെ റബ്ബേ നിങ്ങൾ പിതാവിലേക്ക് മശായിഖുമാരിലേക്ക് എത്തിവെക്കണം റഹ്മാനെ അള്ളാഹുവെ കിതാബികളെ അവാസികൾക്ക് എത്തിവെക്കണം റഹ്മാനെ അസ്ഹാബുൽ വദീങ്ങളിലേക്ക് റബ്ബേ സ്വഹാബാക്കളിലേക്ക് എത്തിവെക്കണം റഹ്മാനെ ദീപ വിശ്വാസമത്തങ്ങളിലേക്ക് എത്തിവെക്കണം റഹ്മാനെ തദ്ബാഖിലേക്ക് എത്തിവെക്കണം റഹ്മാനെ അവിടുത്തെ റബ്ബേ അസ്വാജ് ദുരിയാത്തിലേക്ക് എത്തിവെക്കണം റഹ്മാനെ അള്ളാഹുവെ നിങ്ങളുടെ മശായിഖുമാർ റബ്ബേ ഹബീബുല്ലാഹി തിരുനോട്ടം നൽകണം റഹ്മാനെ അള്ളാഹുവെ നിങ്ങൾ ചെയ്തു പോയ റബ്ബേ ചെറുതും രഹസ്യം പരസ്യമായ വയ്യാതെ പാപങ്ങൾ കൊടുക്കണം റഹ്മാനെ നിന്റെ ഉന്നതമായ കാരുണ്യം ചൊരിയണനാഥ ഉന്നതമായ അനുഗ്രഹം
വർഷിക്കണം അള്ളാഹു ഞങ്ങൾ യാത്രയായ മാതാപിതാക്കൾ റബ്ബേ ഞങ്ങൾ സ്നേഹിച്ച സഹായിച്ച സഹോദരന്മാരും റഹ്മാനെ സകല റബ്ബേ ഖബറിന്റെ കേന്ദ്രത്തിൽ റഹ്മാനെ ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ സ്വർഗീയ കവാടങ്ങൾ തുറക്കണം റഹ്മാനെ അള്ളാഹു ഈ രോഗികൾക്ക് നീ ശിവ നൽകണം റഹ്മാനെ അള്ളാഹു യുവാപ്രായത്തിലുള്ള റഹ്മാനെ അവർക്ക് അനുയോജ്യമായ ഇടതുണകൾ നൽകണം റഹ്മാനെ അള്ളാഹു വീടുകളില്ലാത്ത റബ്ബേ നിന്റെ തൃപ്തിയാവുന്ന ഓർക്കുന്ന വീടുകൾ നൽകണം റഹ്മാനെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ട് റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കറിയാം റഹ്മാനെ ഹബീബ റസൂൽ സഹോദരൻ ഹദറത്ത് റഹ്മാനെ കടങ്ങളെ വിഷമം പറഞ്ഞപ്പോൾ റബ്ബേ പാപമോചനം തേടാൻ പറഞ്ഞു റഹ്മാനെ മക്കളില്ലാത്ത സങ്കടം പറഞ്ഞപ്പോൾ റബ്ബേ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു റഹ്മാനെ ഇസ്തിഗ്ഫാർ ചെയ്തപ്പോൾ 10 മക്കളെ നൽകിയല്ലോ റഹ്മാനെ അള്ളാഹുവേ എല്ലാ വിഷയത്തിലുള്ള ഏറ്റവും റബ്ബേ നിന്നിലേക്കുള്ള തൗബയാണ് റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്ക് വന്ന് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും റഹ്മാനെ ഞങ്ങൾക്കറിയാൻ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ് റഹ്മാനെ ഹബീബുല്ലാഹ് മൂർത്തി കൊണ്ട് റഹ്മാനെ സഹാബക്കളോടെ എന്തെങ്കിലും റബ്ബേ അവിടുത്തെ തെറ്റുകൾ ചെയ്യുമ്പോൾ റബ്ബേ അവിടുത്തെ കൊല്ലുവന്നഹും ജാഊക ഹബീബുല്ലാഹിന്റെ തിരുഹദറത്തിൽ റബ്ബേ വസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറുല്ലാഹ് തവ്വാബ് റഹീം ഞങ്ങൾ ഹബീബുല്ലാഹിന്റെ തിരുഹദറത്തിലേക്ക് റബ്ബേ ഞങ്ങൾ ചേർത്ത് വെക്കണം റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങളെ കഴുകണം റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ മശായിഖുമാർക്ക് റബ്ബേ അല്ലാഹു ഉന്നതമായ ദർജകൾ നൽകണം റഹ്മാനെ ഓരോ നിമിഷം റബ്ബേ ഞങ്ങളുടെ പിതാവിനെ ഏറ്റിയിടുന്ന റഹ്മാനെ അവിടുത്തെ സാമീപ്യവും തിരുനോട്ടവും റബ്ബേ അനുഗ്രഹം ഞങ്ങൾക്ക് വർഷിക്കണം റഹ്മാനെ സ്വാലികളാക്കണം റഹ്മാനെ അല്ലാഹു ഞങ്ങൾ ഉപദേശിച്ചവരെ നന്നാക്കണം റഹ്മാനെ ഞങ്ങളെ ഉപദേശിച്ചവരെയും നന്നാക്കണം റഹ്മാനെ അല്ലാഹു ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് റഹ്മാനെ സഹായിച്ചവരുണ്ട് റഹ്മാനെ വാക്കുകളെ കൊണ്ട് പ്രവർത്തികളെ കൊണ്ട് സമ്പത്ത് കൊണ്ട് ശരീരങ്ങളെ കൊണ്ട് റഹ്മാനെ അല്ലാഹു അവർക്കൊക്കെ റബ്ബേ നീ അനുഗ്രഹം ചെയ്യണം റഹ്മാനെ അല്ലാഹു ഈ വീടിൽ റബ്ബേ റൂബിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അല്ലാഹു ഒരുമിച്ചുകൂടെ ഞങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട സർവ്വനും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അല്ലാഹുവേ ഇന്ന് റബ്ബേ അനുഭവിക്കുന്ന കോവിഡ് പോലുള്ള ഈ ദുരന്തങ്ങളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ മുസ്ലിം ഉമ്മത്തിൽ നീ രക്ഷ നൽകണം റഹ്മാനെ പാവപ്പെട്ട ഹബീബുല്ലാഹിന്റെ ഉമ്മത്തിങ്ങൾക്ക് നീ രക്ഷ നൽകണം റഹ്മാനെ നിന്റെ കാരുണ്യം സംരക്ഷണം നൽകണം റഹ്മാനെ അല്ലാഹു എന്തെങ്കിലും സിഹറ് മാട്ട് മാരണം മന്ത്രവാദങ്ങൾ അതുപോലെ എന്തെങ്കിലും വിഷമങ്ങൾ കെട്ടുകളുണ്ടെങ്കിൽ റഹ്മാനെ ഹബീബുല്ലാഹി റബ്ബേ കൊണ്ട് മൗലിദ് കൊണ്ട് മജ്ലിസ് കൊണ്ട് റബ്ബേ നീ പൊട്ടിക്കണം റഹ്മാനെ വഴികളെ തുറക്കണം റഹ്മാനെ കച്ചവടങ്ങളിൽ ചൂടുകളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ബന്ധങ്ങളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അല്ലാഹുവേ എല്ലാം റബ്ബേ നിന്റെ ഉന്നതമായ കാരുണ്യം റബ്ബേ ഞങ്ങൾക്ക് ചെയ്യണം റഹ്മാനെ നീയാണ് ഹക്കുറവൻ റഹ്മാനെ നിന്നിൽ നിന്നാണ് ഹക്കിനാഥ നീയാണ് ഖുദ്റത്ത് റഹ്മാനെ നീ ഞങ്ങൾക്ക് മതിയായാണ് റഹ്മാനെ ഹൗലും ഖുവത്തും നിന്നിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന റഹ്മാനെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മതിയായവനാണ് നീ തൃപ്തിപ്പെട്ട ധനം നൽകണം റഹ്മാനെ അല്ലാഹുവേ നീ തൃപ്തിപ്പെട്ട ദൃഢമായ അറിവ് നൽകണം റഹ്മാനെ ഇസ്സത്ത് നൽകണം റഹ്മാനെ അല്ലാഹുവേ ഇസ്സത്ത് നൽകണം റഹ്മാനെ അല്ലാഹു ഒരാളുടെ കൈ നീട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തുക റഹ്മാനെ നീയാകുന്ന ധനം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ നീയാകുന്ന റബ്ബേ അറിവ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ നീയാകുന്ന ആഫിയത്തും ആരോഗ്യവും ശക്തിയും നൽകണം റഹ്മാനെ ദീർഘായുസ്സ് റബ്ബേ ഈമാനോട് പ്രദാനം ചെയ്യണം റഹ്മാനെ ആരോഗ്യത്തോട് പ്രദാനം ചെയ്യണം റഹ്മാനെ അല്ലാഹു ഈ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ അല്ലാഹു ഈ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ അല്ലാഹു ഒരുപാട് തവണ റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ ഒരുപാട് ദോഷികൾക്ക് റബ്ബേ നീ നിന്റെ റബ്ബേ സന്മാർഗത്തിലുള്ള മാർഗമാക്കി റബ്ബേ അല്ലാഹു ഞങ്ങളെ മജ്ലിസിനെ മാറ്റണം റഹ്മാനെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم لك الحمد وإليك المستجيب وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتذكرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصر الغايات من جميع الخيرات في الحياة بعد الممات وعلى آله وصحبه وسلم كثيرا اللهم إنا نتوسل إليك باسمك الذي جاء بك الكريم ولي مشايخنا الكرام أن تغفر لنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تلطف عنا ونهل بلدنا وبيتنا هذا أسلم الناقع والناقع القوم والوباء القاطع إنك مجيب سامع تصيبنا الطاعون والبلاء وتعصمنا من نزال قهرك والوباء واحتج بنا بنورك من شر عدونا وشر الملعون وشر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتكملنا من الفزع الأكبر وتنجينا عن دار البوار وتسلك الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين وصلى الله على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.